സത്യേക ദൈവത്തിന് മഹത്വം. സന്നിഹിതരായിട്ടുള്ള എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. വീണ്ടും നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. സംഭവബഹുലമായ ഒരാഴ്ചയാണ് നമ്മെ വിട്ട് കടന്നു പോയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂടിയതിന് ശേഷം വലിയ വലിയ സംഭവങ്ങളൊക്കെ ലോകത്ത് സംഭവിച്ചു. വിശേഷാൽ നമ്മുടെ മലയാളക്കര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ദുഃഖത്തിലാണ്. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. മലയാളക്കരയെന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ജോലിക്കായി കുവൈറ്റിലേക്ക് കടന്നുപോയ 50-ലധികം സഹോദരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കാനിടയായത്. അവിടെ സംഭവിച്ച ആ വലിയ തീപിടുത്തത്തിൽ ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരെല്ലാം പല പശ്ചാത്തലങ്ങളിലുള്ളവരാണ്. ഏതാണ്ട് 20-ലധികം ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതിൽ തന്നെ വേർപെട്ട് കർത്താവിനെ ആരാധിക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്നുള്ളതും മനസ്സിലായി. ആ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഒരു നടുക്കവും ഒരു ചിന്തയും എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 ആഴ്ച മുമ്പ് എൻ്റെ പരിചയത്തിലുള്ളൊരു ദേവദാസൻ പാസ്റ്റർ ജയദീപ്, അദ്ദേഹം ഇതുപോലെ തന്നെ ആകസ്മികമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ സമയത്താണ്. ഞാനതൊരു മാനുഷിക ഭാഷയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് ആ കാര്യം സംഭവിച്ചു. അങ്ങനെ അദ്ദേഹവും അധികം പ്രായമില്ലാത്ത സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, മരണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അത്രമാത്രം. മുന്നമേ ഏതോ ഒരു മെസ്സേജിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് മെസ്സേജിനിടയ്ക്ക് എപ്പോഴും. അതായത് 4-ാം അധ്യായത്തിൽ കായിൻ്റെ വംശത്തിൽപ്പെട്ടവരും 5-ാം അധ്യായത്തിൽ ഷേത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരും, അങ്ങനെ 2 വംശത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഷേത്തിൻ്റെ വംശത്തിൽപ്പെട്ടവർ യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നവരും അവർക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ബോധ്യങ്ങളുള്ളവരാണ്. അതേസമയം ആ കാര്യങ്ങളൊന്നും കയീൻ തൻ്റെ തലമുറയെ അങ്ങ് പഠിപ്പിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര വലിയ ഗൗരവമില്ല. അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല അവർ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളൊക്കെ സങ്കീർത്തനങ്ങളിൽ, യോബിൻ്റെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം മരണത്തെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത ഒരു തലമുറയായിരുന്നു അവർ. നമ്മളെ സംബന്ധിച്ച് നമ്മളെ രക്ഷിക്കുകയും വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കേണ്ടതാകുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു കിടക്കുകയാണ്. ആ തേജോമയൻ്റെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത്. അവൻ്റെ പാദപീഠത്തെങ്കിലാണ് നാം ആയിരിക്കുന്നത്. അപ്പം മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നുണ്ട്, അവർ ഞെട്ടിപ്പോവും. എന്താ, മരണഭീതിയിൽ എപ്പോഴും കഴിയണമെന്നാണോ ഇദ്ദേഹം പറയുന്നതെന്ന് ചിലപ്പോൾ ചിന്ത വരാം. അങ്ങനെയല്ല. മരണഭീതിയിൽ കഴിയണമെന്നല്ല. മരണഭീതിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണല്ലോ രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ഭയമുണ്ടാകണം. നമുക്ക് തുറന്നു കിട്ടിയ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊരു ബോധ്യം അകത്ത് കിടക്കണമെന്ന്. എപ്പോൾ വേണേലും തിരിച്ചു വിളിക്കാം എന്നോർത്ത് നാം അങ്ങ് പാനിക്കാകാനല്ല, അങ്ങ് അസ്വസ്ഥപ്പെടാനോ ഒന്നുമല്ല ഈ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയരെ, കുവൈറ്റിലുള്ള ഈ പ്രിയപ്പെട്ടവർ സന്ധ്യ കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ രാത്രി വൈകിയോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെയൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടാകാം, ഭാര്യയെ വിളിച്ചിട്ടുണ്ടാകാം, മക്കളെ വിളിച്ചിട്ടുണ്ടാകാം, ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ടാകാം, പിന്നെ വല്ലവർക്കുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം. അത് കഴിഞ്ഞിട്ട് അവർ ഉറക്കത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത എന്താ? നാളെ തിരക്കുള്ള ദിവസമാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, യാത്രകളുണ്ട്, പല കാര്യങ്ങളുണ്ട്.
ജോലിക്കാർ, ബിസിനസ്സുകാർ, അങ്ങനെ പലതരക്കാരാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ പല ചിന്തകളിലൂടെ അവർ ഉറക്കത്തിലേക്ക് കടന്നുപോയി. ഉറക്കത്തിലേക്ക് പ്രഭാതത്തിൽ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് അവരെ തട്ടി ഉണർത്തുന്നത് തീയും പുകയുമാണ്. ചിലർക്കൊന്നും ഒരു അയ്യം വിളിക്കാൻ പോലും അവസരം കിട്ടിക്കാണില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർക്ക് സാധിച്ചിട്ടുണ്ടാകാം. ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 2 വാക്യം ഒന്ന് ഓർത്തു നോക്കി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ മഹത്വമൊക്കെ. ആ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ചേർത്ത് പറയുന്നത് എന്താ? പുല്ലിനെക്കുറിച്ചാണ്. പുല്ലിനെക്കുറിച്ചും പൂവിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ അത് പ്രഭാതത്തിൽ വന്നു, സന്ധ്യയായപ്പോൾ വാടിപ്പോയി, അത് അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. വേറെ ഭാഗത്തും ഉണ്ടല്ലോ എഴുതിയിരിക്കുന്നത്. മനുഷ്യജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവനൊരു ശ്വാസം അത്രേ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അത് ഒരു നിഴൽ പോലെ ഇങ്ങനെ കടന്നു പോകുന്നു എന്നൊക്കെ. മനുഷ്യജീവിതം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത്, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത്, മുന്നോട്ട് പോയ സമയത്തൊന്നും ഇങ്ങനെയൊന്നും പറയുന്നയാളോ ഇങ്ങനെ ചിന്തിക്കുന്നയാളോ അല്ല. ജനിച്ചു, മുന്നോട്ട് പോകണമല്ലോ. മരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അന്നേരം തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ഒരു ബോധ്യവും ഒരു വെളിപ്പാടും ഒരിക്കൽ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ ഒടുവിൽ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും അനിന്യമാം വണ്ണം കാണപ്പെടേണ്ടതുണ്ട്. അതായത് യാതൊരു കളങ്കവുമില്ലാത്ത നിലയിൽ അങ്ങനെ കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ഞാനിങ്ങനെ വളർന്ന് ഇത്ര പ്രായമാകുന്നു, അത് കഴിഞ്ഞ് 70 ആകുന്നു, 75 ആകുന്നു, 80 ആകുന്നു, അങ്ങനെ 80ഉം കഴിഞ്ഞിട്ട് ഏതോ ഒരു സമയത്ത് പൊക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് സംഭവിക്കും സഹോദരങ്ങളെ. ആ സമയം എപ്പോഴെന്നും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. വണ്ടി വന്നാൽ പോകാൻ പാകത്തിനായിരിക്കണം. അതായത് പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. ഇപ്പോൾ നമ്മുടെ മേൽ ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. മരണശേഷം പിന്നെ ഒരു കൃപയും ഇല്ല. മരണശേഷം പിന്നെ നീക്കുപോക്കുകളില്ല. മരണശേഷം നീക്കുപോക്കുകൾ ഉണ്ടെന്ന് വിശ്വസിച്ച് ചില കൂട്ടങ്ങളിലൊക്കെ പോയി ചേരുന്ന ആളുകളുണ്ട്. അവിടെ അവർ ഒപ്പീസി ചൊല്ലും, പിന്നെ അനിത ചൊല്ലും, അങ്ങനെ കയറ്റി വിടും, അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ ഏതോ മായാലോകത്താണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉത്തമമായ ബോധ്യം, ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ വാങ്ങാൻ പോകുന്നത്. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോഴത്തെ ഈ സമയത്ത് നമ്മളെല്ലാം ഇപ്പോൾ ജീവനോടെ ഇരിക്കുകയാണല്ലോ. എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങളും ഞാനും നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മേലൊരു തേജസ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ തേജസ്സിന്മേൽ തേജസ്സിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? കൃപ പ്രാപിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കൃപമേൽ കൃപ പ്രാപിക്കുക. ജീവൻ പ്രാപിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. നാം ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന് ഒരു ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ഓട്ടം പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ജയാളികളുടെ ഗണത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിൽക്കുകയാണ്. എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറാണ്. ഏത് പ്രായത്തിൽ വിളിച്ചാലും പോകാൻ തയ്യാറാണ്. അതായത് ഒത്തിരി പ്രായമുള്ളവരൊന്നും അല്ല ഈ പോയിരിക്കുന്നത്. അങ്ങനെ 80-90 വയസ്സായവരൊന്നും അല്ല പോയിരിക്കുന്നത്. 50കളോ അതിൻ്റെ താഴെയോ ഒക്കെയുള്ള ആളുകളാണ്. വിവാഹം പോലും കഴിക്കാത്ത യൗവനക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അതുപോലെ ജോലി നിർത്തി വരാൻ പ്ലാൻ ചെയ്ത ആളുകളും ഒക്കെയുണ്ട്. ഇങ്ങനെ പലതരക്കാരുണ്ട് ആ കൂട്ടത്തിൽ. ഞാൻ ഈ പറയുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നത്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള താല്പര്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായി പോവും. ഞാനെന്ന ഭാവവും ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്നാ? ഈ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കണം. ഇതാണ് അതിൻ്റെ ഒരു കാര്യമെന്നുള്ളത്, ഒരു ബോധ്യം അത്രമാത്രം. അപ്പോൾ തന്നെ ദൈവകൃപയിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന നമ്മൾ ആ രക്ഷയിൽ ആനന്ദിക്കേണ്ടതുണ്ട്. അല്ലാതെ മരണത്തെക്കുറിച്ചോർത്ത് മരണഭീതിയിൽ നടക്കണമെന്നല്ലല്ലോ ഈ പറഞ്ഞത്.
നാം രക്ഷയിൽ ആനന്ദിക്കണം, ആത്മാവിൽ സന്തോഷിക്കണം. അങ്ങനെ ആത്മാവിൽ സന്തോഷിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. അല്ലാതെ ഭയപ്പെടണമെന്നല്ല പറഞ്ഞതിൻ്റെ സാരം. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതുണ്ട്. വിളി എപ്പോൾ വേണേലും വരാം. അതുകൊണ്ട് ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം. എപ്പോഴും ക്രമീകരണത്തിലായിരിക്കണം. അത് പറയുമ്പോൾ തന്നെ ആശയപരമായി നമുക്ക് പലരോടും വിയോജിപ്പുണ്ട്. നമ്മൾ പറയുന്ന ഉപദേശത്തോടും പഠിപ്പീരുകളോടുമൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ആളുകളോടും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല, സന്ധി ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു മനുഷ്യരോടും നമുക്ക് വെറുപ്പില്ലാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. ഞാൻ തന്നെ പലരോടും എതിർക്കുന്നയാളാണ് പല കാര്യത്തിലും. നിങ്ങൾക്ക് തന്നെ അറിയാം, മെസ്സേജിലൊക്കെ ചിലത് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ പല കാര്യത്തിലും പലരുടെ നടത്തിപ്പുകളിലും എനിക്ക് വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ കയ്പ് സൂക്ഷിക്കുന്നില്ല, വെറുപ്പ് സൂക്ഷിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ദൈവകൃപയാൽ നമുക്ക് സാധിക്കും. ഈ ചിന്തകൾ എന്നെ ഭരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ മെസ്സേജൊക്കെ പറഞ്ഞിട്ട് നാളെ ഈ മെസ്സേജൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, പിന്നെയുള്ള സഹോദരങ്ങളൊക്കെ കേൾക്കുമെന്നുള്ള വിചാരത്തിലല്ലേ ഇപ്പോൾ ഇരുന്ന് പ്രസംഗിക്കുന്നത് ആണല്ലോ. അത് സാധിക്കുമില്ലയോ എന്ന് നമുക്കറിയില്ലെന്നേ. അതൊന്നും സാധിക്കുമില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സാധിച്ചാൽ കൃപ, അത്ര തന്നെ. ദൈവം ഓരോ ദിവസവും നമുക്ക് അനുവദിക്കുകയാണ്. ആ അനുവദിക്കപ്പെട്ട ദിവസം സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റ് മനുഷ്യർക്ക് ഉപകാരിയായി പ്രയോജനമുള്ളവരായി നമ്മൾ മുൻപോട്ട് പോകുക. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വാക്യം, കൊലോസ്യ ലേഖനത്തിലൊരു വാക്യം ഓർമ്മ വരിക. അപ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുകൂടെ വായിച്ചേ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ മരിച്ച് നാം ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നാം. അതായത് സന്തോഷിക്കണം, ആനന്ദിക്കണം, എപ്പോഴും സന്തോഷിക്കണം, അതൊക്കെ സാധ്യമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല പാസ്റ്ററെ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് കാരണം പത്രോസ് പറയുന്നുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നതെന്ന്. പൗലോസും പറയുന്നുണ്ട് അതേ കാര്യം. പിന്നെയും പൗലോസ് പറയുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ള കാര്യവും പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാം ക്രമീകരിച്ച് സമാധാനത്തോടെ, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനത്തോടെ, അതുപോലെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനാണ് ഞാനിപ്പോൾ ഈ വാക്യം വായിച്ചത്. നാം മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ മറഞ്ഞിരിക്കുന്ന നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കൊണ്ട് സാധിക്കും, പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കും. വേറൊരു കാര്യൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരു അമ്മക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മറവിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ഈ പറയപ്പെട്ട നിലയിൽ നമ്മെ സൂക്ഷിക്കുകയാണ്. അതാണ് നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ തീയോ പുകയോ എന്തു വേണേലും വന്നോട്ടെ, നാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ക്രിസ്തുവിലാണെങ്കിൽ, ആ ബോധ്യം, കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെങ്കിൽ, ആ സംസാരം ഉണ്ടെങ്കിൽ, ബന്ധം ഓക്കെ ആണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണേലും എന്ത് സംഭവിച്ചോട്ടെ. അങ്ങനെയൊന്നും സംഭവിക്കുമെന്നല്ല ഈ പറയുന്നത്, ഈ ഒരു ചിന്ത വേണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് പോയപ്പോൾ പുതുതായി കുറേ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പുതുതായി സഹോദരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് മുൻപുള്ള ആഴ്ചയിൽ പറഞ്ഞ അഗ്നിയും അന്യാഗ്നിയും എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു പോകാതെ പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിച്ചത്. പൊതുവായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ആ ഒരുക്കത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും നാം കടന്നു പോകേണ്ട വഴികൾ, ആ വഴിയിലടിക്കുന്ന കാറ്റുകളെക്കുറിച്ച്, കോളുകളെക്കുറിച്ച്, തിരമാലകളെക്കുറിച്ച്, അലമാലകളെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും പറയാനിടയായി. വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില ചൂളകളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചൂളകൾ അഥവാ ഫർണസുകളെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ കാട്ടുകല്ലുകളായിരുന്നു നമ്മെ വെട്ടിയെടുത്തുകൊണ്ട് വന്നു ആ കല്ലുകളിൽ നടത്തുന്ന പണികളെക്കുറിച്ച് പറഞ്ഞു.
പണികളെക്കുറിച്ച്, അതിൻ്റെ ഒടുക്കം നാം കാണുന്നത് അത് തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിൽ കാണുന്ന കാഴ്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ചില മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നത് അവർ ചുമ്മാ ദാരിദ്ര്യ സുവിശേഷമാണ് പറയുന്നതെന്ന്, ഒരു പ്രോസ്പെരിറ്റിയും പറയുന്നില്ലെന്ന്. ഈ മരിച്ചുപോയ 50 പേരോടും ചെന്ന് ചോദിക്കുക, മരിക്കുന്നതിന് മുമ്പ് ചോദിക്കുക, നിങ്ങൾക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പ്രസംഗം കേൾക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അവരാരെങ്കിലും കേൾക്കാൻ തയ്യാറായിരിക്കുമോ? അവരുടെ വീട്ടുകാർ കേൾക്കാൻ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല, അത്ര എളുപ്പമായിരിക്കില്ല. എല്ലാവരും ഈ പ്രോസ്പെരിറ്റിയും അനുഗ്രഹവും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കില്ല എന്നൊക്കെയാണ് ചിലർ ചോദിച്ചു വരുന്നത്. അനുഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ 40 50 കൊല്ലമൊക്കെ ശുശ്രൂഷിച്ച പാസ്റ്റർമാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. കരയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, കരയല്ലാതെ. അതിനിടയിൽ ഒഴുക്കിനെതിരെ ഒരു നീന്തലാണ് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം യഥാർത്ഥ ഉപദേശത്തിൽ നിന്ന് ജനത്തെ മറിച്ച് കളയുകയാണ്, നമ്മുടെ സമൂഹം തന്നെ. കാരണം അവർ പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു വന്നു, സാമ്പത്തിക നിലകളും പശ്ചാത്തലങ്ങളും ഇത്തിരി വീക്കാണ്, അതിനിടയിൽ ഒരു വിസ കിട്ടി കുവൈറ്റിലേക്കോ അമേരിക്കയിലേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ പൊതുവായി പറയുന്നൊരു ഭാഷാപ്രയോഗമാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ സംസാരിക്കുന്നത്? പഴയ നിയമത്തിൽ നിന്നാണോ അതേ പുതിയ നിയമത്തിൽ നിന്നാണോ? പുതിയ നിയമത്തിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ ഭയം തോന്നുന്നില്ലേ? ശുശ്രൂഷകന്മാർക്ക് ഭയം തോന്നുന്നില്ലേ? ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക ഉന്നമനത്തിലേക്ക് വന്ന ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കപ്പെട്ട ഏത് അപ്പോസ്തലനാണ് ഉള്ളത്? അവരൊക്കെ അങ്ങനെയാണോ പഠിപ്പിച്ചത്? അവരൊക്കെ അങ്ങനെയാണോ ജീവിച്ചത്? പൗലോസ് പറയുന്ന പോലെ ഒന്നുമില്ലാത്ത സമയത്തും എല്ലാം ഉള്ളവരെ പോലെയാണ് ജീവിച്ചത്. അതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. ശുശ്രൂഷയിലെ മിസ്റ്ററിയാണത്, മർമ്മമാണത്. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെയാണ്, എല്ലാം ഉള്ളപ്പോഴും ഒന്നും ഇല്ലാത്തതുപോലെയാണ്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഈ പറയപ്പെട്ട ഈ ലഘുവായ കാര്യം പോലും ഇത്രയും വർഷമായി ഈ പെന്തക്കോസ്ത് ഉപദേശം മലയാളക്കരയിൽ വന്നിട്ട് ആ കാര്യത്തിനൊരു കൃത്യതയോ ഒരു തീർച്ചമൂർച്ച പോലും ഇല്ലല്ലോ. ഒരു സാധുവായ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നു, ആ വ്യക്തി മലയാളക്കരയിൽ തന്നെയാണ് പാർക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് വിചാരിച്ചോ, വിശ്വാസത്തിൽ വന്ന 1 2 വർഷം കഴിഞ്ഞു, അദ്ദേഹത്തിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, രോഗമുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളൊന്നും എങ്ങും എത്തിയിട്ടില്ല, ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മലയാളക്കരയിൽ 99% ആളുകളും പറയില്ല. പക്ഷെ ഞാൻ തറപ്പിച്ചാണ് പറയുന്നത്, അദ്ദേഹം എന്ന് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ അന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അനുഗ്രഹം കടന്നു വന്നു. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. തൽക്ഷണം അദ്ദേഹത്തിൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടില്ലേ? പിന്നെ ആ മനുഷ്യൻ എങ്ങനെ ശപിക്കപ്പെട്ടവനാകും? ആ മനുഷ്യനെ മാറ്റി നിർത്തേണ്ടതാണോ? ഒരിക്കലുമല്ല. ഇതാണ് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത്. ഭൗതികതയുമോ സാമ്പത്തികവുമായോ ഒന്നുമായിട്ട് കൂട്ടിവെക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ മൺമറഞ്ഞു പോയ ആ പ്രിയപ്പെട്ടവർ വിദേശത്ത് പല സൗകര്യങ്ങളും ഉണ്ടല്ലോ. അവിടെ ധാരാളം സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, വലിയ മാളുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ കാര്യങ്ങളും പ്രൊഡക്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ വിൽക്കുന്ന ഐഫോണാണ്, അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ടൊയോട്ടയുടെ കാറുകളാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥലമായി ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവരാരെങ്കിലും പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? ഒരു മനുഷ്യർ ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോയില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം, ഇത്രയേ ഉള്ളൂ. ഇതിനിടയിലാണ് വെളിപ്പാട് പ്രാപിക്കണമെന്ന് പറയുന്നത്. വെളിപ്പാട് പ്രാപിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ അത്രയും മെസ്സേജ് പറഞ്ഞു. ഞാൻ ആ മെസ്സേജൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത്, ഇത് ആളുകൾ ഒരു നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ, ഇതധികം പേരൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിലാണ് നമ്മൾ ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അതേസമയം പലപ്പോഴും മറ്റ് പല മെസ്സേജുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് ആളുകൾ ശ്രദ്ധിക്കുമെന്നൊക്കെ. പക്ഷേ എൻ്റെ ചിന്തയെ മറികടന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത മെസ്സേജ് ധാരാളം പേര് കേൾക്കാനിടയായി. അതിലെന്തൊക്കെയോ കുറേ മനുഷ്യർക്ക് താല്പര്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പതിവില്ലാതെ നമ്മുടെ മെസ്സേജിന് ആളുകൾ ലൈക്ക് തന്നിരിക്കുന്നു. നമ്മൾ അങ്ങനത്തെ വർത്തമാനമൊന്നും പറയാറില്ലാത്തതാണ്, എങ്കിലും ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. പതിവില്ലാതെ ആളുകൾ ലൈക്ക് തന്നിരിക്കുന്നു ഭയങ്കരമായിട്ട്. അത് ഏതൊക്കെയോ തരത്തിൽ അവരുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകാം. ചില ദൈവദാസന്മാർ എന്നെ വിളിച്ചു, അവർക്ക് വലിയ സന്തോഷമായി. നമുക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ അടുത്ത തലമുറകൾ സത്യം അറിയേണ്ടതുണ്ട്,
അങ്ങനെ അവരെ ഒരുക്കേണ്ടതുണ്ട് എന്നൊക്കെ അവരവരുടെ ഹൃദയ നിലവാരങ്ങൾ പങ്കുവെക്കാനിടയായി. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരണ്ടേ. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവിക്കുക. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ, ആ വാഹനം പ്രവർത്തിപ്പിക്കാനായിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് കിട്ടും നമുക്ക്. ആ ബുക്കിനനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചലിപ്പിക്കുന്നത്. മാരുതിയുടെ വാഹനം വാങ്ങിയിട്ട് പിന്നെ ടൊയോട്ടയുടെ ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. മാരുതിയുടെ വാഹനമാണ് വാങ്ങുന്നതെങ്കിൽ ആ മാരുതിയുടെ ആ മാനുവൽ വെച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൽ വന്ന നമ്മൾ മുൻപോട്ടുള്ള യാത്രയിൽ എന്തിനും ഏതിനും തിരുവെഴുത്ത് പരിശോധിക്കണം. ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. കണ്ടമാനം അങ്ങ് പരത്തി പറഞ്ഞതല്ല. എല്ലാ കാര്യത്തിലും തിരുവെഴുത്ത് പരിശോധിക്കണം. തിരുവെഴുത്തിനനുസരിച്ച് മുൻപോട്ട് പോകണം. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കണം. ആത്മാവിൽ ജീവിക്കണം. ഇത്രയേ ഉള്ളൂ. തീയോ പുകയോ എന്തു വേണേലും വന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് സങ്കടപ്പെടേണ്ട ഒരു വിഷയമില്ല. സമയെന്നോ അസമയെന്നോ ഒന്നുമില്ല. അകാലത്തിലുള്ള എന്നൊക്കെയുള്ള പദമൊന്നും നമുക്കില്ല. ദൈവത്തിൻ്റെ സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. അകാലം എന്ന് പറയുന്നൊരു പരിപാടി ദൈവമക്കൾക്കില്ല. ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മടങ്ങിപ്പോകാനുള്ള വാഹനങ്ങൾ വിവിധ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ കാറ്, ജീപ്പ്, ലോറി, ബസ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും മടക്കി കൊണ്ടുപോകാനായിട്ട് അയക്കുന്ന വണ്ടികൾ വ്യത്യസ്തമായിരിക്കും. അത്രമാത്രം. അപ്പോൾ പ്രാരംഭത്തിൽ ഞാൻ ഈ കുവൈറ്റിലെ സംഭവം ഒന്ന് ഓർത്തെടുത്ത് സഹോദരങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. മരണപ്പെട്ട അവരുടെ കുടുംബങ്ങളെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അതായത് സൃഷ്ടാവായ ദൈവം തന്നെ അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മുടെ ഇന്നത്തെ കൂടിയോരോ ആരംഭിച്ചിരിക്കുന്നത്. പ്രാരംഭത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അഗ്നിയെക്കുറിച്ചും അന്യാഗ്നിയെക്കുറിച്ചും ഒക്കെയാണ്. അങ്ങനെ ആ വിഷയങ്ങളെ പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചത് പഴയ നിയമത്തിലെ ഒരു വേദഭാഗം മുൻനിർത്തിക്കൊണ്ടാണ്. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. ആ സമയത്ത് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായിരുന്ന അഹറോന് 4 മക്കൾ. 4 മക്കളിൽ മൂത്തവരായ 2 പേരും നാദാബും അബീഹുവും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യാഗ്നിയുമായി കടന്നു വന്ന് അവർ തീപ്പെട്ടു പോയി, അഥവാ മരണപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെ 2 മക്കളുണ്ടായിരുന്നു. അതാണ് എലയാസറും ഈഥാമാറും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവർ 2 പേരും ദൈവസന്നിധിയിൽ അന്യാഗ്നിയുമായി വന്ന് മരിച്ചുപോയതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമായിരുന്നു. അതൊരു ദൈവിക ന്യായവിധിയാണ്. അതിന് ചുറ്റിപ്പറ്റി ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. എന്നാൽ അല്പം ചില കാര്യങ്ങളും കൂടെ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് വരേണ്ടതുണ്ട്. അല്പം ചില കാര്യങ്ങളും കൂടെ ആ ആഴ്ചയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ചില സൂചനകൾ തന്നു. അതായത് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിലെ ഈ സംഭവം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നമ്മൾ അല്പം പിന്നിലേക്ക് പോയി പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിലെ ആ ഒരു മഹത്തരമായ കാഴ്ച, അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം തന്നു. അതായത് സീനായി പർവ്വതത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നതും അവിടെ കണ്ട ഒരു ഭയാനകമായ കാഴ്ച തന്നെയായിരുന്നു അത്. സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അവരിതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണല്ലോ. ആ കാഴ്ച കണ്ട 2 പേരുടെ പേരാണ്, ഒരാളുടെ പേര് നാദാബ്, അടുത്ത ആളുടെ പേര് അബിഹു. അങ്ങനെ നാദാബും അബിഹു ഈ 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതം നിന്ന് കുലുങ്ങുന്നതും വിറയ്ക്കുന്നതും കാഹളനാദവും അതുപോലെ അത് പുകയുന്നതും ഒക്കെ കണ്ണാലെ കണ്ട മനുഷ്യരാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു, വലുവനായ ദൈവം മോശയോട് പറയാണ്, അഹ്റോനെയും ഇസ്രായേലിലെ പ്രഭുക്കന്മാരെയും അതായത് മൂപ്പന്മാരെയും കൂട്ടിക്കൊണ്ട് നീ പർവ്വതത്തിലേക്ക് കയറി വരുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ കയറി പോകുന്ന കൂട്ടത്തിൽ ഈ നാദാബും അബിഹു ഉണ്ട്. അഹ്റോൻ്റെ 2 പുത്രന്മാരായ നാദാബും അബിഹു ഉണ്ട്. അവരും പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഭയങ്കര കാഴ്ച തന്നെയാണ്. വലുവനായ ദൈവത്തിൻ്റെ പ്രസൻസാണ്. അതൊക്കെ കണ്ട് ഭയഭക്തി ബഹുമാനാർത്ഥം ദൈവസന്നിധിയിൽ അവർ ഭക്ഷിച്ചു പാനം ചെയ്തെന്നൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണ ഒരു കാര്യമല്ലല്ലോ ഇതൊന്നും. 19-ാം അധ്യായത്തിലെ കാര്യം സാധാരണമല്ല. അതുപോലെ തന്നെ ഈ 24-ാം അധ്യായത്തിലെ കാര്യങ്ങൾ സാധാരണമല്ല. പിന്നെ ഒന്നുകൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാലോ, കുറച്ചും കൂടെ പുറകോട്ട് പോയാൽ നാദാബും അബിഹുവും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഇതൊരു മേജർ കേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്.
ഇതിന് പുറകിലേക്ക് പോയ രഫീദീമിലെ പാറയെ അടിച്ചപ്പോൾ വെള്ളം പിളർന്ന പാറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവർ കണ്ടതല്ലേ? അതുപോലെ തന്നെ മാറായിൽ ആ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി മാറ്റുന്ന അവർ കണ്ണാലെ കണ്ടതല്ലേ? ഒരു സ്റ്റെപ്പോടെ പുറകോട്ട് പോയാലോ? ചെങ്കടൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിട്ട് പിളർന്നു മാറുന്നത്. ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു വന്നവരാണ് നാദാബും അബീഹു. അതിനും കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാലോ? അതിന് കുറച്ചുകൂടെ പിന്നിലേക്ക് പോയ 10 ബാധകൾ കണ്ടവരാണ്. ഒടുക്കമോ പെസഹായും ചോരത്തളി ആചരിച്ചവരാണ് അല്ലേ? സംഹാരകൻ കടന്നു വന്നതും മിസ്രൈമിലെ സകല ഭവനങ്ങളിലും വിലാപസ്വരം കേൾക്കുന്നതും. അതേസമയം ഇസ്രായേൽ വിടുതൽ അനുഭവിച്ച് തിടുക്കത്തോടെ പുറപ്പെട്ടു വന്ന കൂട്ടത്തിലുള്ള 2 പേരാണ് നാദാബും അബീഹുവും. അതായത് അഹ്റോൻ്റെ മൂത്ത 2 പുത്രന്മാരുടെ കാര്യമായി പറയുന്നത്, അവർ 2 പേരും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ അതിനൊരു വിശദീകരണത്തിലേക്ക് വന്നത്. പിന്നീട് നമ്മൾ പോയി വായിച്ചത് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലാണ്. അതായത് അഹ്റോനെയും പുത്രന്മാരെയും കരപൂരണത്തിന് വേണ്ടി സജ്ജമാക്കുന്ന കാര്യങ്ങളാണ് അവിടെ കണ്ടത്. അവിടെ ഈ പുത്രന്മാരെ, അതായത് നാദാബിനെയും അബീഹുവിനെയും മുൻപിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ കഴുകി അവരുടെ അവരുടെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ സജ്ജമാക്കി. ഇനി കഴിഞ്ഞ ആഴ്ച വായിക്കാത്ത 1-2 വാക്യങ്ങൾ വായിക്കാം. അതായത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം നമ്മൾ തുറക്കുകയാണ്. അതായത് ധൂപപീഠത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. ധൂപപീഠം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന, അതായത് തിരശ്ശീലയോട് ചേർന്നിരിക്കുന്ന ധൂപപീഠം, ഇൻസെൻസ് ഓൾട്ടർ, അതെങ്ങനെ ഉണ്ടാക്കണം, അതിലെ ശുശ്രൂഷകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരും. സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ വാക്യം നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്, അതിന്മേൽ പാനീയാഗം ഒഴിക്കരുത്. തുടക്കം എങ്ങനെയാ? നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ എന്നാണ് പറയുന്നത്. അതായത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ധൂപങ്ങളൊന്നും കൊണ്ടുവരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ധൂപപീഠം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. സമാഗമന കൂടാരത്തിൽ ഏറ്റവും ഗൗരവമായ ശുശ്രൂഷ നടക്കുന്ന ഇടമാണെന്ന് മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതിലെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. എല്ലാം കെയർഫുൾ ആയിരിക്കണം, സൂക്ഷ്മതയോടെ ആയിരിക്കണം. കാരണം ഈ കൂടാരം നിർമ്മിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച, ഇത് പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ചമച്ചിരിക്കുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചട്ടത്തിലും പ്രമാണത്തിലുമാണ് മോശ പണിതൊരുക്കിയത്. അങ്ങനെ ശുശ്രൂഷകളെല്ലാം നിറവടിയായി ക്രമത്തിലാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞതിന് മുൻപിലത്തെ ആഴ്ച നമ്മളൊരു വീഡിയോ കണ്ടില്ലേ? ഒരു വീഡിയോ, അതായത് കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തേജസ് ഇറങ്ങുന്നു, അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന കാര്യം. അത് ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിലൂടെയാണ് നമ്മൾ വായിച്ചത്. അത് വളരെ സീരിയസ് ആയ വാക്യമാണെന്ന് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കൊരു പിടിയുമില്ല. മനസ്സിലായെങ്കിൽ നന്നായിരുന്നു, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉത്സാഹിക്കുക. 2 പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ആ 2 പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ഒരു നിഴൽ പോലെ, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് മറ്റൊരു ഹിസ്റ്ററിയും കൂടെ ചരിത്രത്തിൽ കിടക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കിടക്കുന്നത്. ആദമിൻ്റെ 2 മക്കൾ കൈനും ഹാബേലും, അവർ 2 പേരും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാൻ വന്ന കാര്യമാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത്. കൈനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല, അതേസമയം ഹാബേലിലും അവൻ്റെ ബലിയിലും പ്രസാദിച്ചു. വളരെ സീരിയസ് ആയ കാര്യമാണത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണതെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്ന കാര്യമാണ് മോശ നിർമ്മിച്ച കൂടാരം, അല്ലെങ്കിൽ കൂടാരത്തിൻ്റെ പണിയിൽ സംപ്രീതനായ യഹോവയായ ദൈവം മോശയെ ആശീർവദിക്കുന്നതിന് തുല്യമാണ് തൻ്റെ സാന്നിധ്യം കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ ഷെഖൈന അതിലേക്ക് ഇറങ്ങി വരികയാണ്, ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ് അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണപ്രകാരം യാഗങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട്. 5 വിധ യാഗങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും സീരിയസ് ആയ യാഗമാണ് ഹോമയാഗം. അങ്ങനെ മോശയും അഹ്റോനും കൂടെ ഹോമയാഗം അറുത്ത് യാഗപീഠത്തിൽ അത് നിരത്തുന്നു. അങ്ങനെ മോശയും അഹ്റോനും യാഗമൃഗത്തെ അറുത്ത് യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ ഇരുവരും വെളിയിലേക്ക് മാറുകയാണ്. 2 പേരും പുറത്തേക്ക് മാറി നിന്ന് നോക്കി നിൽക്കുകയാണ്. ജനമെല്ലാം വെളിയിലുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ യഹോവയുടെ തേജസ് അവരെല്ലാം കാണുക കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു.
അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. ഇതേ കാര്യം തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്. ആ തവണത്തെ മെസ്സേജിൻ്റെ ഏറ്റവും ഒടുവിൽ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. മോശ നോക്കി നിൽക്കുമ്പോൾ മുൾപ്പടർപ്പ് കത്തുകയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ്. പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അല്ലേ? അങ്ങനെയല്ലേ കണ്ടത്? ആ കാര്യം തന്നെ ഈ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക്. ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായിട്ടുണ്ടോ എന്ന് അറിയില്ല. കഴിഞ്ഞ തവണത്തെ മെസ്സേജ് നിങ്ങൾ നോക്കിയാൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീഡിയോയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുന്നത് എന്താ? ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങുന്നു, അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഒന്നും തോന്നൂല നമുക്ക്. പ്രസംഗകരങ്ങനെയാണ്, അവരിങ്ങനെ പറഞ്ഞു പോകും, നമ്മളിങ്ങനെ കേട്ടും പോവും. പക്ഷേ പിന്നീട് നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇത് സാധാരണ പോലെ ഒരു മെസ്സേജ് അല്ലിത്. ഇതൊരു പഠനാർത്ഥം പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങൾ. അത് ഒറ്റയടിക്ക് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകില്ല, ചിലപ്പോൾ വീണ്ടും കേൾക്കേണ്ടി വരും. കേൾക്കുന്ന കൂട്ടത്തിൽ പുസ്തകം തുറന്നു വെച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോഴാണ് കാര്യങ്ങളെ നമുക്ക് തുറന്നു കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു പോയത്, കൂടുതലൊന്നും പറഞ്ഞില്ല, നിങ്ങളെല്ലാം അങ്ങനെ കേട്ടുപോയി. പക്ഷെ മുന്നമേ ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളവരൂടെ ഉണ്ട്. അതല്ലാതെ ആരെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് ക്ലിക്കാകണമെന്നുമില്ല. അതായത് സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 2 കാര്യമാണ് ഞാൻ ചേർത്ത് പറഞ്ഞത്. ഒന്ന്, മുൾപ്പടർപ്പിൽ തീ കത്തുന്നു. രണ്ടാമത് പറഞ്ഞത് ഈ കൂടാരത്തിൽ തേജസ് ഇറങ്ങുന്നു, അവിടെ നിന്ന് തീ പുറപ്പെടുന്നു. കൂടാരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? സമാഗമന കൂടാരം. നമ്മുടെ രതീഷിൻ്റെ ബാക്കിൽ ആ കൂടാരത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. സഹോദരൻ രതീഷ് ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ആ കൂടാരത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഇത് തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയൊരു കൂടാരമാണ്. എങ്ങനെയാ? തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് തനി തങ്കത്തിൻ്റെയും വെള്ളിയുടെയും താമ്രത്തിൻ്റെയും പണികളുണ്ട്. അങ്ങനെ പലതരം പണികളുണ്ട്. തീ ആ പരിസരത്തിലൂടെ പോയാൽ മതി ഈ തനി തങ്കം എന്നൊക്കെ പറയുന്ന ഉരുകി താഴെ വരാനായിട്ട്. വെള്ളിയുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ? താമ്രത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണ്. മരമോ എല്ലാം കത്തുപിടിക്കും, തുണിയോ തുകലോ പിന്നെ എന്നാ കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിശീലയുണ്ട്, ഇതെല്ലാം തീ പിടിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഒന്നും കത്തുന്നില്ല, അപ്പോൾ തന്നെ തീ പുറപ്പെടുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ പഠിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? ഇവിടെ ഒരു അഗ്നിയുടെ വ്യാപാരമുണ്ട്, അതേസമയം വെന്തു പോകുന്നില്ല. ആ സമർപ്പണത്തിൽ വലിയവനായ ദൈവം പ്രസാദിക്കുകയാണ്. അതായത് ആ സമർപ്പണ മനോഭാവത്തിൽ മോശയും അഹ്റോനും കൂടെ അർപ്പിച്ച യാഗത്തിൽ വലിയവനായ ദൈവം പ്രസാദിച്ചുകൊണ്ട് ആ യാഗത്തെ കത്തുപിടിപ്പിക്കുകയാണ്, അവിടെ തീ പിടിക്കുകയാണ്. ആ തീ പിന്നീട് ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ കൂടാരത്തിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് ധൂപപീഠത്തിൽ കൊണ്ടുവന്ന് നിരത്തി അതിന് മുകളിലേക്ക് സുഗന്ധവർഗ്ഗങ്ങൾ നിരത്തി അങ്ങനെയാണ് കത്തുപിടിപ്പിക്കേണ്ടത്. അതിന് പകരം വെളിയിൽ നിന്ന് അഗ്നി കൊണ്ടുവരുവാൻ പാടില്ല, തീക്കനലൊന്നും കൊണ്ടുവരുവാൻ പാടില്ല. അതിനാണ് അന്യധൂപം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ധൂപപീഠത്തിൽ നിരത്തേണ്ട 5 വിധ സുഗന്ധവർഗ്ഗങ്ങളുണ്ട്. ആ 5 വിധ സുഗന്ധവർഗ്ഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നിലയിൽ ഇവിടെ അന്യധൂപം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വിധ വസ്തുക്കളെ കാണിക്കുന്നു. അപ്പോൾ നർബശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ ഈ 5 കൂട്ടം കാര്യങ്ങളുമായിട്ടാണ് ധൂപപീഠത്തിലേക്ക് വരേണ്ടത്. അതിന് പകരം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് അന്യാരാധനയായിട്ടേ പരിഗണിക്കൂ. അത് അന്യധൂപമാണ്. ഈ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല. ഈ 5 സുഗന്ധവർഗ്ഗങ്ങളും കറക്റ്റാണെങ്കിലും അവിടെ നിരത്തേണ്ട തീക്കനൽ ഔട്ട്സൈഡിൽ നിന്നാണെങ്കിൽ അതും ദൈവസന്നിധിയിൽ കോപകരമായ കാര്യമാണ്, ന്യായവിധിയാണ് കാത്തിരിക്കുന്നത്. ഇവർ ഈ കാര്യങ്ങളിലെല്ലാം ചട്ടം തെറ്റിച്ചു. നാദാബും അബീഹുവും അവർ ഈ കാര്യങ്ങളിലെല്ലാം ചട്ടം തെറ്റിച്ചു സഹോദരങ്ങളെ. അപ്പോൾ ഞാൻ ഈ തീ പിടിക്കുന്ന കാര്യവും കൂടാരം വെന്തു പോകാത്ത കാര്യവും ഒടുക്കം അതിനെക്കുറിച്ച് അല്പമായിട്ടൊന്ന് പറഞ്ഞേക്കാം. കൂടാരത്തിലേക്ക് തേജസ് ഇറങ്ങി, അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. പക്ഷെ കൂടാരം വെന്തു പോകുന്നില്ല എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒടുക്കം നമ്മൾ ഈ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. അവിടെ വരുമ്പോൾ നമുക്ക് ഒരു പുതിയ നിയമ വ്യൂവിൽ തന്നെ ആ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. നാദാബും അബീഹുവും ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ലാഘവത്വം കാണിക്കാൻ കാരണം എന്തെന്ന്
ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ചില നാളുകൾക്ക് മുമ്പ്. പക്ഷേ അന്ന് കേൾക്കുന്നവരല്ലല്ലോ ഇന്ന് കേൾക്കുന്നത്. ഇന്ന് ഒത്തിരി പുതിയതായിട്ട് നമ്മളെ കേൾക്കുന്നവരുണ്ട്. ആ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു സൂചന തരികയാണ്. പുറപ്പാട് ദിവസം 32-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പോലെയാണ് മനസ്സിൽ വരുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഇത്രയും അധ്യായങ്ങളുണ്ടെങ്കിലും അതിൽ ഈ 32-ാം അധ്യായം അങ്ങ് പറഞ്ഞാൽ മതി, അപ്പം തന്നെ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പെസഹായും ചോരത്തളി ആചരിച്ച് ചെങ്കടലും വിഭാഗിച്ച് അത്യത്ഭുതകരമായി മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ജനം, ഹോരേബിൽ വെച്ച അവരിലൊരു ചെറിയ കൂട്ടം പട്ടുപോയ ചരിത്രമാണ് 32-ാം അധ്യായം. അത് മാത്രമല്ല, തേജോമയനായ ദൈവത്തെ അവർ കോപിപ്പിച്ചു, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ കടന്നു വന്നു. അങ്ങനത്തെ ഒരു പശ്ചാത്തലമാണ് 32-ാം അധ്യായത്തിന്. നമ്മളിവിടെ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അന്യാഗ്നിയുമായി ബന്ധപ്പെട്ട നാദാബും അബിഹുവും അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് അന്യാഗ്നിയുമായി കടന്നു വന്നു. അത് മാത്രമല്ല, അവിടെ അവർ കടന്നു വന്നപ്പോൾ അവർ അന്യാഗ്നിയുമായി കടന്നു വന്ന് അന്യധൂപമാണ് അർപ്പിച്ചത്. അതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ വന്നെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഈ ഏറ്റവും സീനിയറായിട്ടുള്ള ഈ ജനറൽ പ്രസിഡൻറ്റിൻ്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ലഘുവായ ഉത്തരവ് എൻ്റെ മുമ്പിൽ വരുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയാം. അതായത് അതിൻ്റെ ഒരു ചുരുളഴിക്കുമ്പോഴാണ് ഈ 32-ാം അധ്യായത്തിൽ നമ്മൾ വരുന്നത്. 32-ാം അധ്യായത്തിൽ വരുന്നത് അതിനു മുമ്പ് നമ്മൾ കണ്ടു. 11-ാം അധ്യായം മുതൽ അവരിങ്ങനെ വിടിവിക്കപ്പെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടും കേട്ടും ചെങ്കടൽ മുറിച്ച് മറുകര കടന്ന് അങ്ങനെയാണ് ഹോരേബ് വരെ എത്തിയത്. അങ്ങനെയാണ്. അതിനിടയിൽ അവർ ദൈവസന്നിധിയിലേക്ക് പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവ സാന്നിധ്യം അനുഭവിച്ചു. പല കാര്യങ്ങളും ഇതിനിടയിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് അഹ്റോനും പുത്രന്മാരും പ്രഭുക്കന്മാരും ഒക്കെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മോശ മാത്രം പർവ്വതത്തിലേക്ക് പിന്നെയും കയറിപ്പോയി. അതായത് അതിൻ്റെ ഉയരത്തിലേക്ക് പിന്നെയും കയറിപ്പോയി. അങ്ങനെ മോശ പർവ്വതത്തിൽ 40 പകലും 40 രാവും അവിടെ ഇരിക്കുന്ന സമയം, അതിനിടയിൽ ഒരു സ്ഥലത്ത് യോശുവായും ഉണ്ട്. താഴ്വരയിൽ ഒരു ഭാഗത്ത്, ഇടയിൽ ഒരു ഭാഗത്ത് യോശുവായും ഉണ്ട്. അതേസമയം ഈ താഴ്വരയിൽ അഹ്റോനും മറ്റ് പ്രഭുക്കന്മാരും എല്ലാവരും ഉണ്ട്. സ്ത്രീ പുരുഷന്മാരെല്ലാം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, മോശ പോയിട്ട് ഒത്തിരി സമയമായി, തിരിച്ചു വരാൻ താമസിക്കുന്നു, ഒരു കാര്യം ചെയ്തേക്കാം, നമുക്കൊരു യാഗമൊക്കെ നടത്തിയേക്കാം, നമുക്കൊരു യഹോവയെ സൃഷ്ടിച്ചേക്കാം എന്നൊക്കെ അവരെല്ലാം കൂടെ കൂടിയാലോചിച്ചു. അപ്പോൾ കൂടിയാലോചനകളുണ്ട് കേട്ടോ, കൂടിയാലോചനകളുമായിട്ട് അവർ അഹ്റോൻ്റെ അടുക്കൽ വന്നു. അഹ്റോനും അത് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഞാനിപ്പോൾ 32-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനത്തോട് പറഞ്ഞു, സകല കാര്യങ്ങളും കുണുക്കെല്ലാം ഊരിക്കോളാൻ പറഞ്ഞു. എല്ലാവരും കുണുക്കൊക്കെ ഊരി, അങ്ങനെ ഊരിക്കൊണ്ടുപോയി അഹ്റോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അഹ്റോൻ ഇതെല്ലാം കൂടെ തീക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ദേണ്ട് വരുന്നു കാളക്കുട്ടി. അങ്ങനെ കാളക്കുട്ടി വന്നതല്ല, തീക്കകത്തിട്ട് ഇത് ഉരുക്കി. പെട്ടെന്ന് വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ, നോക്കി നിൽക്കുമ്പോൾ ഒരു കാളക്കുട്ടി ചാടി വന്നെന്ന്. അങ്ങനെ ചാടി വന്നതല്ല, ഇതെല്ലാം ഉരുക്കി എടുത്തിട്ട് പിന്നീട് ഈ തട്ടാൻ കാര്യങ്ങളെയൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അഹ്റോൻ്റെ മനസ്സിലുള്ള ഒരു ദൈവിക ബിംബമുണ്ട്. അത് വർഷങ്ങളായിട്ട് ജനിച്ച നാൾ മുതൽ കാണുന്ന മിസ്രൈമിൽ കാണുന്നത് എന്താ, അവിടുത്തെ ദൈവം കാളക്കുട്ടിയാണ്. അപ്പോൾ ആ കാളക്കുട്ടി അകത്തൂടെ ഇങ്ങനെ ഓടുന്നതുകൊണ്ട് പുള്ളി ഉണ്ടാക്കി വന്നപ്പോഴും കാളക്കുട്ടിയായി. എന്നിട്ട് എന്നാ പറഞ്ഞത്, ഇത് നമ്മെ വിടുവിച്ചുകൊണ്ട് വന്ന യഹോവയായ ദൈവം എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നിന്നില്ല, അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും വേണ്ടില്ലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലേ, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലല്ലോ, അതിൻ്റെ 5ഉം 6ഉം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. 32-ന്റെ 5ഉം 6ഉം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേനാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. അപ്പൊ കാളക്കുട്ടി ഉണ്ടാക്കിയതാണ് മുകളിലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 3-4 വാക്യത്തിലൊക്കെ വരുമ്പോൾ കാണുന്ന കാര്യം അതാണ്. അത് കഴിഞ്ഞ് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കാളക്കുട്ടിയുടെ മുമ്പാകെ അഹ്റോൻ ഒരു യാഗപീഠം ഉണ്ടാക്കുകയാണ്. അതായത് ഒരു പാട്ടും പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ കാര്യം ശരിയാവില്ലല്ലോ. ഒരു യാഗപീഠം തന്നെ അങ്ങ് സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. ആദ്യമൊക്കെ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കളിക്കാനും കൂടി എഴുന്നേറ്റു. നമ്മളതിൻ്റെ ശരിയായ അർത്ഥത്തിലൂടെ വായിച്ച് പഠിച്ചു പോയാൽ പിന്നീട് മൊത്തത്തിൽ നേരം പോക്കായിരുന്നു എന്നുള്ളതാണ്. അതിനൊരു വേറെ ഭാഷ പറഞ്ഞാൽ പിന്നെ അങ്ങ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെയൊന്നും നിൽക്കില്ല, അതിലും അപ്പുറമാണ്. ഓക്കെ, അവിടെ കൊണ്ട് ഞാൻ നിർത്തിയേക്കാം.
അപ്പോൾ അങ്ങനെ സീമകൾ ലംഘിച്ച് കടന്നുപോയി, എല്ലാ തരത്തിലും സീമകൾ ലംഘിച്ച് കടന്നുപോയി. അത് കഴിഞ്ഞ് മോശയും യോശുവയും കൂടെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ ഈ ഗാനപ്രതിഗാനവും പിന്നെ ഉണർവും ഡേ നൈറ്റ് ലൈവ് പ്രോഗ്രാമാണ്. ഈ ലൈവിൻ്റെ ലിങ്കൊക്കെ മോശയ്ക്ക് ആരോ അയച്ചു കൊടുത്തതാണ്. എന്തായാലും ലൈവിൻ്റെ ലിങ്കൊക്കെ മോശ കണ്ടു. കാളക്കുട്ടി ഉണ്ടാക്കുന്നതും പിന്നെ യാഗപീഠം ഉണ്ടാക്കുന്നതും പിന്നെ അവിടുത്തെ ഏറ്റവും പ്രഭാതത്തിൽ തന്നെ ഹോമയാഗം അർപ്പിക്കുന്നു, പാട്ട് കുർബാന എന്ന് വേണ്ട അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ മോശ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇറങ്ങി വന്ന് പിന്നെ കൈകാര്യം ചെയ്ത് വേറൊരു രീതിയിലാണ്. അന്ന് യഹോവയുടെ പക്ഷത്തുള്ളവരും അല്ലാതെ കാളക്കുട്ടിയുടെ പക്ഷത്തുള്ളവരും രണ്ടായിട്ട് നിൽക്കുക. അപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവർ ലേവ്യർ വാളൂരി ഇതിൽ ഒരു വലിയ സംഖ്യ ഏതാണ്ട് 3000-ഓളം ആളുകളാണെന്ന് പട്ടുപോയത്. സവരങ്ങൾ ഈ 3000-ഓളം ആളുകൾ പട്ടുപോയപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു രീതിയുണ്ട്. 3000-ഓളം ആളുകൾ പട്ടുപോകുമ്പോൾ 3000+1 അങ്ങനെയായിരുന്നു തീരേണ്ടത്. 3001 എന്നല്ല പറയേണ്ടത്, 3000+1. 3000 പേര് ഓർഡിനറി പീപ്പിളാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അത് അഹ്റോൻ്റെ കാര്യമാണ്. അഹ്റോന് വന്ന് അവസാനിച്ച് പോകേണ്ടതാണ്. പക്ഷേ അഹ്റോനെ തമ്പുരാൻ ശേഷിപ്പിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. വരുംകാലത്ത്, അതായത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാഗമായിട്ടായിട്ട് ഈ വരുംകാലത്ത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ചിലതൊക്കെ പഠിക്കാനായിട്ട് ദൈവം ഒരു കാര്യമായിട്ട് കൂട്ടിയാൽ മതി. എനിവേ അഹ്റോൻ അവിടെ തീർന്നു പോയില്ല. അഹ്റോൻ പിന്നെയും ജീവനോടെ നിൽക്കുക. ഈ കാളക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, യാഗപീഠം ഉണ്ടാക്കുന്നു, പുലർകാലയുള്ള ഈ കലാപരിപാടികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന 2 പേരുണ്ട്. അവരുടെ പേരാണ് നാദാബും അബീഹു. തങ്ങളുടെ പിതാവായ അഹ്റോൻ മോശയോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയറാണ്, ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ഈ സമാഗമന കൂടാരമൊക്കെ പണിത് കഴിയുമ്പോൾ അതിലെ മഹാപുരോഹിതൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട മനുഷ്യനാണ് അഹ്റോൻ. അങ്ങനെയുള്ള അഹ്റോനാണ് ഈ കൊടുംപാതകം ചെയ്തിരിക്കുന്നത്, അല്ലേ? അഹ്റോൻ മോശയുടെ നാവായിട്ടിരിക്കുന്ന ആളാണ്. അഹ്റോനല്ലേ വടിയൊക്കെ ഇട്ടപ്പോൾ അത് പാമ്പായി തീർന്നതും പിന്നെ അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ അത് വടിയായി മാറിയതും ഇതെല്ലാം കണ്ട അഹ്റോനാണ്. അഹ്റോൻ നോക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ അനിയൻ മോശ കൈ നീട്ടുന്നു. ഉടനെ ചെങ്കടൽ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അങ്ങനെ ചെങ്കടലിലൂടെ മറുകര കടന്ന് മരുഭൂമിയിലൂടെ മുൻപോട്ട് വന്ന് ഹോരേബ് വരെ എത്തി. ഈ അത്യത്ഭുതകരമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മനുഷ്യനായ അഹ്റോൻ എല്ലാ നിലപാടുകളും മറച്ചു കളഞ്ഞുകൊണ്ട്, പ്രമാണം ലംഘിച്ചുകൊണ്ട്, ഒരു ഭയമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തലമുറകൾ കണ്ടു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അമ്മയപ്പന്മാർ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ, ദൈവഭയമില്ലാതെ ചെയ്ത കാര്യങ്ങളൊക്കെ തലമുറകൾ കണ്ടതുകൊണ്ട് തന്നെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവരിലേക്ക് ലാഘവത്വം വന്നു. അങ്ങനെയൊക്കെ നോക്കി ഇവിടെ ഇപ്പോൾ ആരെത്ര വിശുദ്ധനുള്ള ചില അമ്മയപ്പന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കാത്തലിക് സൈഡിൽ നിന്നൊക്കെ വന്നവരാണെങ്കിൽ ഇടയ്ക്ക് പറയും, അത്ര വലിയ പുണ്യവാളിനോട് ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കും. അതായത് പല കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടായി പറയുന്നത്. വലുവനായ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകണമെന്നാ. അപ്പോൾ ഇവിടെ ആരാ ഇത്ര വലിയ പുള്ളികളൊക്കെ ഉള്ളത്? തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരാ ഉള്ളേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരാ ഉള്ളതെന്ന് എക്സ്ക്യൂസുകൾ സ്വയം പറയുകയാണ്. വലിയ വലിയ പാതകങ്ങളാണ് പലതും ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തലമുറകൾ കാണുകയാണ്. ഗൗരവം നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ തന്നെ നമുക്ക് ഈ 32-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുലർകാലത്തിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുകയാണ്. ഇത് എവിടത്തെ അളവിലുള്ള യാഗപീഠമാണ് മിസ്റ്റർ? ഈ അഹ്റോനി ഉണ്ടാക്കിയിരിക്കുന്ന എവിടത്തെ അളവിലുള്ള യാഗപീഠമാണ്? ഒരുപക്ഷെ ഇങ്ങനത്തെ മെസ്സേജുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ബോറടിക്കും. ഈ വിഷയങ്ങൾ പഠിക്കാത്തവരെ സംബന്ധിച്ച് അലോസരം ഉണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഗൗരവമുള്ള സീരിയസ് ആയ കാര്യമാണ്. ഈ സമാഗമന കൂടാരം എന്നുള്ളൊരു വിഷയം ഞാൻ പഠിക്കാൻ ആരംഭിച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ ദൈവത്തെ ഭയപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഞാനൊരു കേവല ഉപദേശിയായിട്ട് അവസാനിച്ചു പോയേനെ. അപ്പോൾ ഇപ്പോൾ കേമനാണെന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എനിക്ക് ദൈവഭയം ഭയങ്കരമാണ്. കാരണം ആ ദൈവത്തെ ഞാൻ അടുത്ത് നിന്ന് കണ്ടത് ആ പഠനത്തിലാണ്. ഭയന്നു പോയത് അവിടെയാണ്. മോശയും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷൻസ് അച്ചടിച്ച് കയ്യിലേക്കും കൊടുക്കുകയാണ്. സകലത്തിൻ്റെയും
പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ്. പ്രിൻ്റ് മോശയെ പിടിച്ചോ, ഫാക്സിലങ്ങ് അയച്ചു കൊടുക്കുകയാണ് മോശയ്ക്ക്. മോശ അതിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ്. പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് ഒരു ഇറ്റ അളവ് മാറാൻ പാടില്ല. ആ അളവിൽ തന്നെയാണ് മോശ കൂടാരം പണിതത്. മോശ ദൈവത്തെ ഭയന്നിരുന്നു. പക്ഷേ അഹ്റോനോ, അവിടെയാണ് രണ്ട് വ്യത്യാസം. മോശ ദൈവശബ്ദം കേട്ടിറങ്ങിയവനാ. അഹ്റോൻ മോശയുടെ ശബ്ദം കേട്ടിറങ്ങിയതാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഉപദേശിമാർ പലതരമുണ്ട് നമ്മുടെ ഇടയിൽ. ഒന്ന് ദൈവശബ്ദം കേട്ടിറങ്ങുന്ന ഉപദേശിമാരുമുണ്ട്, സംഘടനകൾ വിളിച്ചിറക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഉപദേശിമാരുമുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഉപദേശിമാരുണ്ട്. സംഘടനകൾ അവരുടെ തൊഴിലാളികളായിട്ട് നിയോഗിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഭയപ്പാടൊന്നുമില്ല ഒരു കാര്യത്തിലും. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഇച്ചിരി അളവൊക്കെ തെറ്റിയെന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്നാ. അതേസമയം വിളി കേട്ടിറങ്ങി വന്നവരെ സംബന്ധിച്ച് ഉള്ളിൽ ഉൾക്കിടിലമായിരിക്കും. ഒരു ഇഞ്ച് മാറാൻ പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മാറാൻ പാടില്ല. ഒരു കാര്യവും മാറാൻ പാടില്ല. പുറപ്പാട് ദിവസം 40-ാം അധ്യായം. പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മേശ കൊണ്ടുവന്ന് വെക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം. അതായത് മേശയുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അത് ക്രമത്തിൽ വെക്കണമെന്ന്. ഇനി വേറെ ഭാഗത്തേക്ക് വരുമ്പോഴും അങ്ങനെ കാണാം. അതായത് സകല പണികളും കഴിഞ്ഞു, പണികളെല്ലാം കഴിഞ്ഞ് പണി തീർക്കപ്പെട്ട ഉപകരണങ്ങളെല്ലാം കൂടാരത്തിൽ കൊണ്ടുവന്ന് അതതിൻ്റെ ക്രമത്തിൽ ഓരോന്നും അടുക്കി വെക്കുകയാണ്. അതതിൻ്റെ ക്രമത്തിൽ ഓരോന്നും അടുക്കി വെക്കുകയാണ്. വാതിൽ തുറന്നു വരുമ്പോൾ ആദ്യം വെച്ചത് താമ്രത്തൊട്ടി ആണോ? വാതിൽ തുറന്നു വരുമ്പോൾ ആദ്യം വെച്ചത് യാഗപീഠമാണ്. രണ്ടാമത് വെച്ചത് താമ്രത്തൊട്ടിയാണ്. ആദ്യം വെച്ചത് യാഗപീഠം, രണ്ടാമത് വെച്ചത് താമ്രത്തൊട്ടി. ശരിക്കും സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയുടെ ക്രമം എങ്ങനെയാ? വാതിൽ തുറന്ന് നേരെ കയറി വരുന്ന പുരോഹിതൻ യാഗപീഠത്തിൻ്റെ ചുവട്ടിലൂടെ താമ്രത്തൊട്ടിയുടെ അവിടെ പോയി കഴുകൽ പ്രാപിച്ച് അഥവാ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് മടങ്ങി വന്നാണ് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കേണ്ടത്. അതായത് മോശ ഇത് ബുദ്ധിയിൽ കൈകാര്യം ചെയ്യുകയായിരുന്നെങ്കിൽ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ താമ്രത്തൊട്ടി വെച്ചേനെ. അങ്ങനെ താമ്രത്തൊട്ടിയിൽ കൈകാലുകൾ കഴുകുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു. പിന്നെ അടുത്തിരിക്കുന്നതാണ് യാഗപീഠം. യാഗപീഠത്തിലേക്ക് ചെന്ന് യാഗം അർപ്പിച്ച് രക്തവുമായിട്ട് നേരെ ഹോളി പ്ലേസിലേക്ക് കടന്നു പോയാൽ മതി. അതിന് പകരം ഇപ്പോൾ എങ്ങനെ വെച്ചിരിക്കുന്നത്? ആദ്യം യാഗപീഠം, രണ്ടാമത് താമ്രത്തൊട്ടി. അതെന്തിനാ കർത്താവിൻ്റെ സഭ ആരംഭിക്കുന്നതിന് 1400 ചില്ലുവാനും വർഷം മുമ്പ് അങ്ങനെ വെച്ചത്? അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. റോമാലേഖനത്തിലെ വാക്യം ഓർത്താൽ മതി. അവൻ്റെ ജ്ഞാനം, അതിൻ്റെ ആഴം, അതൊക്കെ ആരെക്കൊണ്ട് അളക്കാൻ കഴിയും? അവന് മന്ത്രിയായിരുന്നവൻ ആരെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത്ര വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിറച്ചുകൊണ്ടിരുന്നോണം. കാരണം എന്താ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ തേജോമയനാണ്, ധന്യനായ ഏകാധിപതിയാണ്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊന്നും മാറ്റം വന്നിട്ടില്ലെന്നേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം അങ്ങ് ചെറുതായിപ്പോയോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ വഴി തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അന്നും ഇന്നും എന്നും അനന്യൻ തന്നെയാണ്. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുമോ? ഒന്നും ത്യജിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലൂടെയല്ല പരിചയപ്പെടുത്തുന്നത്, പഴയ നിയമത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി പുതിയ നിയമത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുകയാണ്. ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര പദ്ധതികളും അതിൻ്റെ ആഴങ്ങളും ഒക്കെ. അങ്ങനെയാണ് ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കുന്നത്. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം യാഗപീഠം വെച്ചത്? പാപികളായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ആദ്യം വീണ്ടെടുപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് വീണ്ടെടുപ്പാണ്. അതിനാണ് ആദ്യം യാഗപീഠം വെച്ചിരിക്കുന്നത്. യാഗപീഠം മീൻസ് കാൽവറിയിലെ ക്രൂശ്. അത് കഴിഞ്ഞാണ് താമ്രത്തൊട്ടി ഇരിക്കുന്നത് രണ്ടാമത്. അതായത് വിശ്വാസ സ്നാനം പിന്നീടാണ്, ആത്മസ്നാനം അത് കഴിഞ്ഞാണ്. അപ്പോൾ ആദ്യപടി എന്താ? വീണ്ടെടുപ്പാണ്. യാഗപീഠം എന്താ കാണിക്കുന്നത്? രക്ഷയെ കാണിക്കുന്നു, അഥവാ മാനസാന്തരത്തെ കാണിക്കുന്നു. പിന്നെയോ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, റിഡംഷനെ കാണിക്കുന്നു. അപ്പോൾ അതാണ് അത് ആദ്യം വെച്ചിരിക്കുന്നത്, ഏറ്റവും ആദ്യം. ആ യാഗപീഠത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വിഷയം വിശദീകരിക്കാൻ പോകുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വിഷയം വിശദീകരിക്കാൻ പോകുന്നത്. സഹോദരങ്ങൾ, ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ ടാബർനാക്കളുടെ സ്റ്റഡിയിലേക്കൊക്കെ പോയ സമയത്ത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ,
അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഓക്കെ. അപ്പോൾ പ്രിയരെ, ഇത് വളരെ സീരിയസ് ആയൊരു സ്റ്റഡിയാണ്. വളരെ സീരിയസ് ആയൊരു സ്റ്റഡിയാണ്. നമ്മൾ തുടക്കത്തിൽ എന്താ കണ്ടത്? അഹ്റോൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നാദാബിൻ്റെ അബീഹുവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ചുകൂടെ മുൻപോട്ട് കയറിപ്പോയത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഈ വിഷയത്തിൽ അവർ ലാഘവത്വത്തിലേക്ക് വന്നു. ലാഘവത്തിലേക്ക്, ഒരു ലാഘവം എന്ന് പറഞ്ഞാൽ ഒരു ഉദാസീനത അവരുടെ ജീവിതത്തിൽ വന്നു. ആ ഉദാസീനത കൊണ്ടാണ് അവർ ദൈവസന്നിധിയിലേക്ക് ആ ഗൗരവമില്ലാതെ കടന്നു വന്നത്. ആ ഗൗരവമില്ലാതെ കടന്നു വന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇന്നും അങ്ങനെ ഉദാസീനതയോടെ പ്രമാണരഹിതമായി സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നില്ല. വീണ്ടും ജനിച്ചപ്പോൾ ലഭിക്കപ്പെട്ട ആ ജീവൻ്റെ ഒരു വ്യാപാരം പോലും ഇല്ലാതെയാണ് അനേകർ സഞ്ചരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിലല്ല സഞ്ചരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരുവൻ ഈ വ്യാജ പ്രസംഗങ്ങൾ എങ്ങനെ കേൾക്കാൻ കഴിയും? ഞാൻ ആലോചിച്ചു, 5 മിനിറ്റ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. 5 മിനിറ്റ് ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനത്തെ പ്രസംഗം കേൾക്കാൻ കഴിയില്ല. കാരണം എന്നാ? അതെല്ലാം ചട്ടത്തിന് വിരുദ്ധമാണ്. ദൈവം വെച്ച വ്യവസ്ഥകളുണ്ട്, അതിൻ്റെ ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾക്ക് വിരുദ്ധമല്ല ഇതെല്ലാം. ആ ക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ ഈ കൂടാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് എന്താ? വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന യാഗപീഠമാണ്. ആ യാഗപീഠം കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള ഉപകരണങ്ങളെല്ലാം. ആ യാഗപീഠത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനെ പരിചയപ്പെടാൻ പോകുന്നത്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അവിടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന് ഒരേ ഒരു വാതിൽ, ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. സുവിശേഷം നമുക്ക് മറനീക്കി കാണിച്ചു തരുന്ന ആരെയാ? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ക്രമം സഹോദരങ്ങളെ. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. ഈ ക്രമം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു പഴയ ചരിത്രത്തിലേക്ക് വീണ്ടും നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരു പഴയ ചരിത്രത്തിലേക്ക്. 2 ദിനവൃത്താന്ത പുസ്തകം, 2 ക്രോണിക്കൽസ് 2 ദിനവൃത്താന്ത പുസ്തകം, അതിൻ്റെ 28-ാമത്തെ അധ്യായം. 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആഹാസ് എന്ന് പറയുന്ന യഹൂദ രാജാവിനെയാണ് കാണുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ അധികവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളാണ് എഴുതിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആഹാസിനെയാണ്. ആഹാസ് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൂടെ ഒന്നും നടന്നവനല്ല, അങ്ങനെയൊന്നും നടന്നയാളല്ല. ആഹാസിനെ കുറിച്ച് നമ്മൾ കാണുന്നതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആഹാസ്, അതായത് 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു, യെരൂശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളുണ്ടാക്കി, അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികളുണ്ടാക്കി. അതായത് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് മുഴുവൻ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആഹാസിൻ്റെ കാലം കഴിഞ്ഞിട്ട് അവനുണ്ടായ മകനാണ് യിഹിസ്കിയാവ്. യിഹിസ്കിയാവിൻ്റെ കാലം വരികയാണ്. യിഹിസ്കിയാവ് ഭരണത്തിലേക്ക് വരികയാണ്. യിഹിസ്കിയാവ് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 24-ാം വാക്യം ഒന്ന് ഓർത്തേരെ. അവിടെ എന്താ നമ്മൾ കാണുന്നത്? അവൻ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എല്ലായിടത്തും ഉടച്ചു കളഞ്ഞെന്ന്. പിന്നെയോ വാതിൽ അടച്ചു കളഞ്ഞു. ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇത് വാതിൽ അടച്ചു കളഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യിഹിസ്കിയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി എന്ന് പറഞ്ഞ് കാണുന്നു. അത് കഴിഞ്ഞ് 29 സംവത്സരം യെരൂശലേമിൽ അവൻ വാണു. അങ്ങനെ കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് അവൻ ലേവ്യരെല്ലാം വിളിച്ചു കൂട്ടുന്ന കാര്യമാണ് 5-ാം വാക്യത്തിൽ കാണുന്നത്. ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളയുവിൻ. എന്താണ് ആ വാക്യത്തിൻ്റെ പ്രസക്തി? ഇന്നിൻ്റെ പ്രസക്തി എന്താ? ഇത് ഗൗരവമായൊരു വാക്യമാണ്. എങ്ങനെയാണ് കാണുന്നത്? ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവിൻ. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് മലിനത നീക്കിക്കളയണമെന്ന് നമ്മളെ സംബന്ധിച്ച് 2 രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം. നാം ആകുന്ന മന്ദിരത്തോടുള്ള ബന്ധത്തിൽ
ഇതിപ്പോൾ ഇവിടെ ദീർഘകാലമായി ആഹാസിൻ്റെ കാലത്ത് ക്രമങ്ങളെല്ലാം തെറ്റിപ്പോയൊരു കാഴ്ചയാണ് കാണുന്നത്. ക്രമങ്ങളൊക്കെ തെറ്റിപ്പോയൊരു കാഴ്ചയാണ്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രമീകരണത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ എന്താ ഉദ്ദേശം. പിന്നീട് നാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമൂഹം, ദൈവസഭ എന്നുള്ള നിലയിൽ ഒരുമിച്ച് കൂടും. ആ ഒരു സമൂഹം ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടം, ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പിന്നെ ഒരു ലോക്കലിലുള്ള ഒരു പറ്റം കൂട്ടായ്മകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ഇപ്പോൾ ഗലാത്യ സഭ എന്ന് പറയുന്ന പോലെ, എഫെസോസിലെ സഭ എന്ന് പറയുന്ന പോലെ, കൊരിന്തിലെ സഭ എന്ന് പറയുന്ന പോലെ പല സഭകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ആ ഒരു ഒറ്റ സഭയെന്ന് പറയും. ഇപ്പോൾ മലയാളക്കരയിലെ സഭയെന്ന് നമ്മൾ പറയും, ഭാരതത്തിലെ സഭയെന്ന് പറയും, കർണാടകത്തിലെ സഭയെന്ന് പറയും. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലെ സഭയെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ലോക്കൽ ചർച്ച് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടം ചർച്ചിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കുന്നത്. അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ വായിച്ച വാക്ക് പ്രകാരം ചിന്തിക്കുക. ലേവ്യരെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരാണ്. ശുശ്രൂഷകരൊക്കെ എന്ത് ചിന്തിക്കണം? തങ്ങളെ തന്നെ ആദ്യം ശുദ്ധീകരിക്കണം, പിന്നീട് ഈ മലിനതകളൊക്കെ അതിനകത്തുള്ളത് നീക്കം ചെയ്യണം, ആലയം വെടിപ്പാക്കണം, അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു. ഒരു മടിയുമില്ല അത് പറയാൻ. യെഹെസ്കേയാവിന് അത് പറയാൻ ഒരു മടിയുമില്ല. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു, അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കൽ നിന്ന് അവന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. യഹോവയായ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു. അതായത് ഇവിടെ ക്രമങ്ങളുണ്ട്, ആ ക്രമങ്ങളെല്ലാം തെറ്റിച്ചു, ഇതെല്ലാം അടച്ചു പൂട്ടിയിട്ട് വേറെ കാര്യങ്ങളാണ് പിന്നീട് ചെയ്യുന്നത്. വേറെ കാര്യങ്ങൾ അത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവും. ഇപ്പം ക്ലിയർ ആയിട്ടില്ല, ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അടുത്തൊരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ തെളിഞ്ഞു വരും. നമ്മുടെ പ്രസംഗത്തിൻ്റെ കുറിവാക്യം മറന്നു പോകരുത് കേട്ടോ. പ്രസംഗത്തിൻ്റെ കുറിവാക്യം എന്താ? ക്രൂശിൻ്റെ ശത്രുക്കളിലേക്കാണ് ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്നത്. ഇവിടെ യെഹെസ്കേയാവ് അവരുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. അവൻ്റെ പിതാവായ ആഹാസ് എന്താ ചെയ്തത്? ആലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ചു കളഞ്ഞു, വാതിൽ അടച്ചു കളഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു അല്ലേ. അന്യധൂപങ്ങൾ കാണിച്ചു, പല കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി. ഇതൊരു ഭയങ്കര വാക്കാണ്, ഒരു ദിവസം നിന്ന് പറഞ്ഞാൽ തീരില്ല. ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു? വിളക്ക് കെടുത്തിയെന്നൊക്കെ ചുമ്മാ വായിക്കാം, ഭയങ്കരമാണത്. യഹോവയായ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നതാണത്. വിളക്ക് കെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി വായിക്കുന്നതിന് മുമ്പ് ലേവ്യാപുസ്തകം 24-ാം അധ്യായം തുറന്നേ, ബാക്കി പൂരിപ്പിക്കാം. അതിനു മുമ്പ് ലേവ്യാപുസ്തകം 24-ാം അധ്യായം, ലേവിറ്റിക്സ് ചാപ്റ്റർ 24, ലേവ്യാപുസ്തകം 24-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന, അതായത് തെക്ക് സൈഡിലിരിക്കുന്ന വിളക്ക്, ആ വിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വിളക്ക് കത്തിക്കേണ്ട ഉത്തരവാദിത്വം മഹാപുരോഹിതനാണ്. അഹറോൻ എന്ന മഹാപുരോഹിതനാണ് വിളക്ക് കത്തിക്കേണ്ട ഉത്തരവാദിത്വം. ഈ വിളക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫിലിപ്പി ലേഖനത്തിലൊരു വാക്യം വെച്ച് വിശദീകരിക്കേണ്ടതാണ്. ഈ പ്രസംഗത്തിലല്ല കേട്ടോ, അങ്ങനൊരു വലിയ പ്രസംഗമുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നുള്ള ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ ഫിലിപ്പി ലേഖനത്തിൽ. അത് വിശദീകരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പഴയ നിയമത്തിലൊക്കെ ഇറങ്ങി വന്ന് ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് എന്താണ് പൗലോസ് അവിടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഫിലിപ്പി ലേഖനത്തിലെ ആ വാക്യം മാത്രം വായിച്ചിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. അതിൻ്റെ ആഴവും ഗൗരവവും മനസ്സിലാകണമെങ്കിൽ ഈ 66 പുസ്തകത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ യെഹെസ്കേയാവ് പറഞ്ഞതുപോലെ വാതിലടച്ചു, അത് വലിയ ഒഫൻസാണ്. രണ്ടാമത്തെ അതിലും വലിയ ഒഫൻസാണ് വിളക്ക് കെടുത്തി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പിന്നാലെ വായിക്കാം. ഇപ്പോൾ ലേവ്യാപുസ്തകം 24-ാം അധ്യായം നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. അതായത് ഈ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. അത് സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. ഇത് നിത്യമായ കാര്യമാണ്.
ഈ വിളക്ക് ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. വിളക്ക് കെടുന്നതിനെ കുറിച്ചുള്ളൊരു ഭാഗം നമുക്ക് ഈ പഴയ നിയമ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. വിളക്ക് കെട്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾക്ക് ആ വിളക്ക് കെട്ടുപോകുന്ന ആ കാര്യം എഴുതിയിരിക്കുന്നത് ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ നിന്നാണെന്നൊന്ന് പറയാമോ? സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ. ശമൂവേലിന്റെ പുസ്തകത്തിലാണ് 2-ാം അധ്യായം. ഏലി, ശമൂവേൽ ബാലൻ. പ്രിയ സഹോദരങ്ങളെ, 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ഹന്നയെ കാണാം. പിന്നത്തേതിൽ ഹന്നയ്ക്കൊരു മകനുണ്ടായി. ആ മകനെയാണ് നമ്മൾ ശമൂവേൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ശമൂവേലിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ ഏലിയുടെ കൂട്ടത്തിൽ ശമൂവേൽ വളരുകയാണ്, മുൻപോട്ട് വരികയാണ്. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അവർ രണ്ടുപേരും യഹോവയുടെ സന്നിധിയിൽ പെട്ടകം ഇരിക്കുന്നിടത്ത് പോയി കിടക്കുന്ന കാര്യവും, പിന്നെ സന്ധ്യ കഴിയുമ്പോൾ ഏതോ ഒരു സമയം കഴിയുമ്പോൾ വിളക്ക് കെട്ടുപോകുന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നെന്ന്. അപ്പോൾ വിളക്ക് സന്ധ്യക്ക് കത്തിച്ചു വെച്ചുള്ളൂ, സന്ധ്യാസമയത്ത് കത്തിച്ചു വെച്ചുള്ളൂ. അപ്പോൾ അത് എത്ര നേരം കത്തി? പ്രഭാതം വരെ കത്തണമെന്നാണ് ലേവ്യ പുസ്തകത്തിൽ വായിച്ചത്. കുറച്ച് നേരം കണ്ട് കത്തി. അതിനുള്ള എണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ. ഏലിക്ക് എണ്ണയുടെ കാര്യത്തിൽ അത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല. ശമൂവേൽ ബാലനാണ്. അത് തന്നെയല്ല, കിടക്കുന്ന സ്ഥലം എവിടെയാ? പെട്ടകം ഇരിക്കുന്നിടത്ത്. സബാഷ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രസംഗം ഞാൻ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. ശമൂവേൽ പെട്ടകം ഇരിക്കുന്നിടത്ത് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞ്. അത് ദൈവസന്നിധി കുറ്റകരമാണ് അല്ലേ? പെട്ടകം ഇരിക്കുന്നിടത്ത് കിടന്നുറങ്ങുന്ന സ്ഥലമാണോ? വിശുദ്ധ സ്ഥലത്ത് കിടന്നുറങ്ങാൻ പറ്റുമോ? പ്രാകാരത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അതിന് വെളിയിലാണ് സൗകര്യം ഒരുക്കേണ്ടത്. അതിന് പകരം യഹോവയുടെ സന്നിധിയിൽ, അവിടെ ആണ്ടിലൊരിക്കൽ മാത്രം കടന്നു പോകേണ്ട സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തേക്ക് പ്രഭാതത്തിൽ സന്ധ്യയ്ക്ക് മാത്രം ധൂപം അർപ്പിക്കാൻ വരേണ്ട സ്ഥലമാണ്. അവിടെ ഒരു കയറുകെട്ടിലിട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ കാലത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇതൊരു സീരിയസ് ആയൊരു പഠനം നമ്മൾ നടത്തിയിട്ടുള്ളതാണ് സൺഡേ മീറ്റിങ്ങിൽ. നിങ്ങൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും. അതായത് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ പ്രയാണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. അത് ഏറ്റവും അധികം കാലം ഇരുന്നത് ശീലോവിലാണ്. യെരുശലേം എന്ന് പറയുന്നൊരു വിഷയം പഠിക്കുന്ന പോലെ തന്നെ ഒരു സീരിയസ് പഠന വിഷയമാണ് ശീലോവ് എന്ന് പറയുന്നത്. യെരുശലേമിലെ ദൈവാലയം തകരുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ശീലോവിൽ വെച്ച് വലിയ തകർച്ചയുണ്ടായത്. ഏലിയുടെ കാലത്താണ് ആ തകർച്ചയുണ്ടായത്. ഈ വിളക്ക് കെട്ട് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ കാണുന്ന 4-ാം അധ്യായത്തിൽ ഫെലിസ്ത്യർ യുദ്ധത്തിന് വരികയാണ്. ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ ഗാസക്കാർ, അവിടെയാണ് ഫെലിസ്ത്യർ എന്ന് പറയുന്നത്. അവർ യുദ്ധത്തിന് വരികയാണ്. ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി. പെട്ടകം പിടിക്കപ്പെട്ടു. ഫെലിസ്ത്യർ പെട്ടകവുമായിട്ട് പോയി. ഏലിയുടെ 2 മക്കളും അവിടെ പട്ടുപോയി. അതുപോലെ അദ്ദേഹം വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു. ഇങ്ങനെയുള്ള ട്രാജഡികളാണ് 4-5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ട്രാജഡികളാണ് കാണുന്നത്, വലിയ ട്രാജഡികൾ. വിളക്ക് കെട്ടുപോയി സഹോദരങ്ങളെ. ആ കാലത്ത് വിളക്ക് കെട്ടുപോയി. ഇത് കാലവേദ സമാഗമന കൂടാരത്തിൻ്റെ കാലമാണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. പിന്നത്തേതിൽ ദിനവൃത്താന്ത പുസ്തകത്തിലെ കാലം എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തിൻ്റെ കാലമാണ്. യെരുശലേം ദൈവാലയത്തിൻ്റെ കാലം. ആ കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഞാൻ 2 ദിനവൃത്താന്തം 29-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുക. 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വിളക്ക് കെടുത്തി വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അപ്പോൾ യാഗമില്ല, ധൂപമില്ല, വിളക്ക് കെട്ടുപോയി. കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ അപ്പം ഉണ്ടാവില്ല. കാരണം യാഗപീഠത്തിൽ തീയില്ലെങ്കിൽ അവിടെ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല. പിന്നെ അവിടെ അപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, വാതിൽ തന്നെ അടച്ചെന്നല്ലേ വായിക്കുന്നത്. വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യമല്ലോ ഉണ്ടോ? വാതിൽ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഞാനാണ് വാതിൽ. ആ വാതിൽ സുവിശേഷത്തെയാണ് കാണിക്കുന്നത്. സുവിശേഷ പ്രസംഗം നിന്നുപോയൊരു കാലമാണെന്നിത്. അന്നത്തെ കാലത്ത് വാതിലടച്ചെന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ശരിയായ സുവിശേഷം, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവരെ കാണാൻ കിട്ടാത്തൊരു കാലമായിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സത്യാരാധന വെളിപ്പെടുന്നില്ലെന്ന്. മധ്യസ്ഥ പ്രാർത്ഥനകളില്ല, സത്യാരാധന വെളിപ്പെടുന്നില്ല. പിന്നെ എന്താ? ഹോമയാഗം കഴിക്കാതെയും ദൈവസന്നിധിയിൽ കൃതജ്ഞതാബലികളില്ല, നന്ദി സൂചകങ്ങളില്ല. യാന്ത്രികമായി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു.
2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരാം. അതായത് 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിലെ കാര്യങ്ങളുടെ ഒരു ശരിയായ വിശദീകരണം ഈ 16-ാം അധ്യായത്തിലുണ്ട്. 28-ാം അധ്യായത്തിൽ അത്ര വിശദീകരണമില്ല. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് 29-ാം അധ്യായത്തിൽ യിഹിസ്കിയാവ് പറയുന്നത്. വാതിലടച്ചു, വിളക്ക് കെടുത്തി, ധൂപാർപ്പണമില്ല, ഹോമയാഗം അർപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ സംഭവങ്ങളുടെ ചുരുളാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രമല്യാവിൻ്റെ മകനായ പേക്കഹിൻ്റെ 17-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോദ്ധാമിൻ്റെ മകൻ ആഹാസ് രാജാവായി. അതായത് ആഹാസ് രാജാവായ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ആഹാസ് തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ലെന്നാണ് 2-ാം വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സെൻറ്റൻസ്. യഹോവയ്ക്ക് പ്രസാദമായതൊന്നും അവൻ ചെയ്തില്ല. അങ്ങനെ പല കാര്യങ്ങളും, ഏറ്റവും ഭയങ്കര ഒരു ഒഫൻസ് അവൻ ചെയ്തു. തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന്. അത് ഏത് വാക്യത്തിലാണ്? 3-ാം വാക്യത്തിൻ്റെ ഒടുവിലുണ്ട് തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചെന്ന്. അഗ്നിപ്രവേശം എന്നൊക്കെ വായിച്ചാൽ നമ്മുടെ ആളുകൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ കാലത്ത് ഈ താമ്രം കൊണ്ടുള്ള വലിയ കാളയൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപമായിരിക്കും. ആ മനുഷ്യരൂപം ഇങ്ങനെ അതിൻ്റെ അകത്ത് തീ പിടിപ്പിച്ചിരിക്കുക, ഭയങ്കരമായിട്ട് ചുട്ടുപൊള്ളി നിൽക്കുകയാണ്, ഭയങ്കര ടെമ്പറേച്ചറിൽ കത്ത് പിടിപ്പിച്ചിരിക്കുക. അതിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി ഈ കൊച്ചു കുഞ്ഞിനെ കൊടുക്കുകയാണ്. കൊച്ചു കുഞ്ഞിനെ കൊടുക്കുന്ന വഴിക്ക് തന്നെ അത് ദഹിച്ചു പോവും. അതുപോലെ ഈ കാളയുടെ വയറ്റിലേക്ക് ഈ കുഞ്ഞിനെ ഇടും, അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുകയാണ്. കാളയൊരു ദൈവമാണല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ആ അഗ്നി എന്ന് പറയുന്നത് ഈ നോക്കണം, നമ്മൾ പറഞ്ഞു വന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുക. അഗ്നിപ്രവേശം ചെയ്യിച്ചെന്ന്. ഇതര മതങ്ങളിലൊക്കെ അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അന്നിങ്ങനെ അഗ്നിപ്രവേശം ചെയ്യിക്കുക, അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ആ മതങ്ങളിൽ അത് വ്യാപകമായി ഉള്ളൊരു കാര്യമാണ്. യഹൂദ രാജാവ്, ഇസ്രായേൽ രാജാവ് ആണേലും വേണ്ടില്ല എന്ന് വയ്ക്കാം, യഹൂദ രാജാവാണ് ഈ പരിപാടി ചെയ്തത്. പിന്നെ ദൈവത്തിൻ്റെ കോപം വരാതിരിക്കുമോ? അങ്ങനെ അതും കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ല, ഞാൻ ഓടിച്ചു പോവുകയാണ്. അതും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത് പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശേക്കിൽ ചെന്നു. ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിൻ്റെ ഒരു പ്രതിമയും, അതായത് അതിൻ്റെ ഒരു മോഡലും അതിൻ്റെ എല്ലാ പണിയോടും കൂടിയുള്ളൊരു മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. അതായത് ആ കാലത്ത് യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതനായിട്ടിരിക്കുന്ന ഊരിയ പുരോഹിതന് ഇദ്ദേഹം അവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ട് എന്താ പറയുന്നത്? ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് മടങ്ങി വരുന്നതിന് മുമ്പ് ഊരിയ പുരോഹിതൻ ആ ലഭിക്കപ്പെട്ട മാതൃകയിലും ആ സ്കെച്ചിലും പ്രകാരം ഒരു യാഗപീഠം പണിതു. ആഹാസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മണിയടിക്കുക എന്ന് പറയും. മലയാളത്തിൽ എങ്ങനെ പറയും? മഹാരാജാവിനെ മണിയടിക്കുക എന്ന് പറയും. അപ്പോൾ ഒത്തിരി മണിയടിക്കാരുണ്ട് ഇന്നത്തെ കാലത്ത്. പാസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയാണ്, പാസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയാണ്. അതായത് ചില വിശ്വാസികൾ അവരുടെ സീനിയർ പാസ്റ്റർമാർക്ക് തെറ്റാവരവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചിലരൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ സീനിയർ പാസ്റ്റർക്ക് തെറ്റാവരവുണ്ട്, പുള്ളി എന്നെ പറഞ്ഞാലും കറക്റ്റായിരിക്കും. അങ്ങനെയാണോ? പുള്ളി കൊണ്ടുവരുന്ന മാതൃക ദമ്മേശേക്കിലെയാണോ അതെയോ പർവ്വതത്തിലെ മാതൃകയാണോ എന്നൊന്നും ഇവർ നോക്കുന്നില്ല. സീനിയർ അല്ലേ, ജൂനിയർ അല്ലേ, പ്രസിദ്ധനല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആളുകൾ യാഗപീഠം ഉണ്ടാക്കുന്നത്. പുലർകാലം ഉണ്ടാക്കുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നു. ഓക്കെ, പറഞ്ഞു വരാം. അങ്ങനെ ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. യഹൂദ രാജാവായ ആഹാസ് കാലങ്ങൾക്ക് മുമ്പ് തൻ്റെ പൂർവ്വപിതാവായ ശലോമോനാൽ പണിയപ്പെട്ട യെരൂശലേം ദേവാലയത്തിന് മുൻപിലുള്ള താമ്രയാഗപീഠത്തെ എടുത്തുമാറ്റി ഈ പറയപ്പെട്ട ദമ്മേശേക്കിലെ മാതൃക പ്രകാരമുള്ള യാഗപീഠത്തെ അവിടെ കൊണ്ടുപോയി വെച്ചു. മുൻകാലത്ത് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു വിഷയം പ്രസംഗിക്കുമ്പോൾ നിശ്ചയമായും ഈ ചാപ്റ്ററുകൾ എടുക്കാതെ തരമില്ല. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററുകളാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. 2 ദിനവൃത്താന്തം 28, 29, 2 രാജാക്കന്മാർ 16-ാം അധ്യായം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ക്രൂശിൻ്റെ ശത്രുക്കളെ പ്രസംഗിക്കാൻ പറ്റൂ. ഇവിടെ ഇത് ചെയ്തത് ആരാണ്? ദാവീദിൻ്റെ കൊച്ചുമകൻ ആഹാസ്, യഹൂദ രാജാവ്.
യാഗപീഠം എടുത്തു മാറ്റിയിട്ട് ദമ്മേശേക്കിലെ ക്രമപ്രകാരമുള്ള യാഗപീഠം വെക്കുന്നു. ഇത് നമ്മുടെ ചുറ്റോട് ചുറ്റി കാണുന്നതും കേൾക്കുന്നതൊക്കെ ദമ്മേശേക്കിലെ യാഗപീഠപ്രകാരമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ താമ്രയാഗപീഠപ്രകാരമുള്ള കാര്യങ്ങളെ അല്ല ഈ കേൾക്കുന്നതൊക്കെ. താമ്രയാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനൊരു കൃത്യമായ അളവുണ്ട്, അതിനൊരു ക്രമമുണ്ട്. അതിലെ ശുശ്രൂഷകൾക്കും ക്രമമില്ലേ? ആ ക്രമപ്രകാരമല്ലേ ശുശ്രൂഷകൾ നടക്കുന്നത്? വാതിൽ തുറന്നു കിടക്കുകയാണ്, വാതിൽ കാവൽക്കാരുണ്ട്, അവിടെ ഗായക സംഘമുണ്ട്, വാദ്യവൃന്ദക്കാരുണ്ട്, ലേവ്യരുണ്ട്, പിന്നെ പുരോഹിതന്മാരുണ്ട്. ഹോമയാഗം അറുക്കുന്നു, ഹോമയാഗം നുറുക്കുന്നു, ബലിപീഠത്തിൽ വെക്കുന്നു, തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ താമ്രത്തൊട്ടിയിൽ വെള്ളമുണ്ട് ശുദ്ധീകരണത്തിന്. അവിടെ കൊണ്ട് തീരുന്നില്ല. യാഗപീഠത്തിൽ കത്തിയ തീയുമായി മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പോയി വിളക്ക് കത്തിക്കുന്നു. പിന്നെ ആ തീയിൽ നിന്നാണ് മേശമേൽ വെക്കേണ്ട അപ്പം ചുട്ടെടുക്കുന്നത്. അതുപോലെ ആ തീയിൽ നിന്ന് തീക്കണൽ എടുത്തുകൊണ്ട് പോയാണ് വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠത്തിൽ ധൂപം നിരത്തുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ശുശ്രൂഷകളുടെ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകളും ഈ കൂടാരവും ഈ സംവിധാനവും ചലിക്കണമെങ്കിൽ ഈ യാഗപീഠത്തിൽ തീ കെട്ടുപോകരുത്. യാഗപീഠമാണ് ഒരു സീരിയസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എല്ലാം സീരിയസാണ്. ഇത് ഏതാ സീരിയസ് അല്ലാത്തതുള്ള? എല്ലാം സീരിയസാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വരുന്നത്? ക്രൂശിൻ്റെ ശത്രുക്കൾ, ബാംഗ്ലൂരിലെ ഉണർവ്, ചാട്ടം, തുള്ളൽ, തലകുത്തിമറിയൽ, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അവർ കർത്താവിനെയല്ലേ ആരാധിക്കുന്നതെന്നൊന്നും ചോദിച്ച് ദൈവത്തെ ഓർത്ത് വരല്ലേ. ആര് കർത്താവിനെ ആരാധിക്കുന്നു? ഏത് കർത്താവിനെ ആരാധിക്കുന്നത്? ഈ ബലിപീഠം എന്താ കാണിക്കുന്നത്? കത്തുന്ന ബലിപീഠമാണ്. ആ ബലിപീഠത്തിൽ വെളിപ്പെട്ട തീ എവിടെ നിന്നാണ്? ഉയരത്തിലെ തീ അതിലേക്ക് വന്നത്. ആ തീ രണ്ട് രീതിയിലല്ലേ നമ്മൾ പറഞ്ഞത്. അത് ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ, ഭോജനയാഗത്തോടുള്ള ബന്ധത്തിൽ, സമാധാനയാഗത്തോടുള്ള ബന്ധത്തിൽ സൗരഭ്യവാസിനിയായ യാഗങ്ങളാണ്. ദൈവത്തിന് പ്രസാദകരമായ യാഗങ്ങളാണ്. അത് അവിടെ പ്രസാദാഗ്നിയാണ് കത്തുന്നത്. അത് കഴിഞ്ഞോ പിന്നത്തേതിൽ പാപയാഗത്തോടുള്ള ബന്ധത്തിൽ, അകൃത്യയാഗത്തോടുള്ള ബന്ധത്തിൽ അവിടെ സൗരഭ്യമല്ല പരത്തുന്നത്. അവിടെ ദൈവത്തിൻ്റെ കോപാഗ്നിയാണ് വെളിപ്പെടുന്നത്. ദൈവകോപാഗ്നി. അങ്ങനെ ദൈവ കോപാഗ്നി വീഴുകയാണ്. ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യവും നമ്മൾ പഠിക്കണം. രണ്ട് കാര്യം: ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും പറയും, അവൻ നീതിപതിയായ ന്യായാധിപതിയാണെന്നുള്ള കാര്യവും പറയും. രണ്ടും പറയും. ദൈവത്തിൻ്റെ സ്നേഹത്തെയും കുറിച്ച് പറയും, അവൻ നീതിപതിയായ ന്യായാധിപതിയാണെന്നുള്ള കാര്യവും പറയും. അല്ലാതെ ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരാ. ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞാൽ പോരാ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണത്. അവൻ സ്നേഹമാണ്, അപ്പോൾ തന്നെ അവൻ നീതിപതിയായ ന്യായാധിപതിയുമാണ്. രണ്ട് കാര്യവും ചേർത്ത് വെച്ച് പറയണം. അങ്ങനെയാണ് ആ കാര്യങ്ങളെ പറയേണ്ടത്. അപ്പോൾ ഈ കൂടാരത്തിന് മുൻപിലിരിക്കുന്ന ബലിപീഠം, ആ ബലിപീഠത്തിൽ നിന്ന് മാത്രമേ തീക്കനലെടുക്കാൻ കഴിയൂ. വേറെ ഒരു സ്ഥലത്ത് നിന്ന് തീക്കനലെടുക്കാൻ പാടില്ല, തീയും എടുക്കാൻ പാടില്ല. അതായത് തീക്കലശത്തിലൂടെയാണ് ഇത് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. വേറെ ഒരു സ്ഥലത്ത് തീ കൊണ്ടുവരാൻ പാടില്ല. വിളക്ക് കത്തിക്കാൻ, ധൂപം അർപ്പിക്കാനും വേറെ തീ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മലയാളക്കരയിലെ പെന്തിക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ കത്തുന്ന തീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണോ പ്രസംഗിക്കുന്നത്? 39-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ധ്യാനത്തിങ്കലാണ് തീ കത്തുന്നത്. എന്താണ് ധ്യാനിക്കുന്നത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടല്ലേ ധ്യാനം എന്ന് പറയുന്നത്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശിരിക്കുകയാണ്. ആ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടാണ് ശുശ്രൂഷകർ എല്ലാ കാര്യങ്ങളും പറയുന്നത്, അല്ലേ? ഇപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ശുശ്രൂഷകൻ എന്താ പറഞ്ഞയക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഫെലോഷിപ്പ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത്, ഞാൻ ഈ വാക്യം പിന്നാലെ എപ്പോഴെങ്കിലും ഒന്നുകൂടെ വിശദീകരിക്കാം, ഇപ്പോൾ ഒന്ന് ഓടിച്ച് പറയാം. ആശീർവാദ വാക്യം 1.5 മണിക്കൂർ അല്ലെ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒരുമിച്ചിരുന്നു വിശുദ്ധന്മാർ. ഇതെവിടെയാണ് സ്ഥലം? മലയാളക്കരയല്ല, കൊരിന്താണ്. കൊരിന്ത് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലമാണ്. റോമൻ ഭരണാധികാരികൾ ഭരിക്കുന്നൊരു കാലം. അത്രമേൽ സ്വാതന്ത്ര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുകയാണ് സത്യാരാധനയ്ക്ക് വേണ്ടി. അവിടെ ദൈവവചനം ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആത്മാവിൽ ആരാധിക്കുകയാണ്, ഫെലോഷിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആത്മീയ ശുശ്രൂഷകൾ അവസാനിക്കാൻ നേരത്ത് ഏറ്റവും ഒടുവിൽ അവരുടെ ആത്മീയ പിതാവ് അവരുടെ നേരെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ ആശീർവദിച്ച് പറഞ്ഞയക്കുകയാണ്. 3 വാക്കുകളാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസം, ആ 3 വാക്കുകളിൽ മുഴു ബൈബിളും അടങ്ങിയിരിക്കുകയാണ്. ആ 3 വാക്കുകളിൽ മുഴു പുതുനിയമവും അടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി എല്ലാം അതിനകത്തുണ്ട്. പിതാവായി ദൈവം നിങ്ങളെ ആകർഷിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധം തന്നു, നിങ്ങൾ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ആനയിക്കപ്പെട്ടു. ക്രൂശിൽ നിങ്ങൾ കണ്ടത് ദൈവകൃപയാണ്, ദൈവകൃപയാണ്. നിങ്ങൾക്ക് പകരം മറ്റൊരുവൻ ബലിയായി തീർന്ന കാഴ്ചയാണ് കണ്ടത്. മറ്റൊരുവൻ ബലിയായി തീർന്നതാണ്. നീ പോകേണ്ട തീക്കകത്തേക്ക് നിനക്ക് പകരം ഒരുവൻ നടന്നുപോയ കാഴ്ചയാണ്. ബലിപീഠത്തിൽ തകർന്നു നുറുങ്ങിയും കിടക്കുന്ന ആരാ? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്നൊക്കെ അല്പം മുമ്പ് കേട്ടില്ലേ തിരുമേശയുടെ മുമ്പിൽ? അതാരെക്കുറിച്ചാണ് പറയുന്നത്? പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ കുറിച്ചാണ്. പുത്രനെ പിതാവ് കൈവിട്ട നിമിഷങ്ങൾ, തകർത്ത് കളഞ്ഞ നിമിഷങ്ങൾ, നിന്നെ ഓർത്ത ആ പിതാവിൻ്റെ സ്നേഹം ഓർക്കുക, പുത്രൻ്റെ കൃപ ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നടത്തിപ്പും ഓർക്കുക. അല്ലേ? കൃപ അഗണ്യമാക്കരുത്, ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ഇന്നലകളിൽ നീ ശത്രുവായി നടന്നവനാ. ആ സ്നേഹ വലയത്തിലേക്ക്, ആ ആകർഷണത്തിലേക്ക് നീ ആകർഷിക്കപ്പെട്ടു, വലിച്ചടിപ്പിക്കപ്പെട്ടു. ആ സ്നേഹം നീ അടുത്തു നിന്ന് കണ്ടു. സ്നേഹം എങ്ങനെയാണ് കണ്ടത്? നാം അയോഗ്യരായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, പാവികളായിരുന്നപ്പോൾ, അങ്ങനെ പലതുമായിരുന്നപ്പോൾ അവൻ നമ്മെ വലിച്ചടിപ്പിച്ചു. ആ സ്നേഹം നിമിത്തം, തൻ്റെ സ്നേഹനിമിത്തം, അല്ലേ, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മെ അത്രയധികമായി സ്നേഹിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ, അധികമൊന്നുമില്ലെന്നേ, 3 കാര്യങ്ങൾ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ. ക്രൂശിൽ എന്താ കാണുന്നത്? ക്രൂശിൽ കാണുന്നതാണ് കൃപ. നമുക്ക് സാധ്യമല്ലാത്തൊരു നിലയിലേക്ക് നമ്മെ ഉയർത്തുകയാണ് ക്രൂശ്. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുകയാണ് ക്രൂശ്. കൃപയാണ്. അടുത്തത് എന്താ? നാം പോകേണ്ട സ്ഥാനത്തേക്ക് നമുക്ക് പകരം മറ്റൊരുവൻ പോയി. അതും കൃപയല്ലേ? കൃപയിലാണ് നിൽക്കുന്നത്. അടുത്തത് എന്താണ്? ആ കൃപ നമ്മെ വീണ്ടും ലിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാ? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടുകുഴിയിൽ നിന്ന് നമ്മെ ഉയർത്തിക്കൊണ്ടുവന്നു. അവിടെ കൊണ്ട് അവസാനിക്കില്ല, അവിടെ നിന്ന് വീണ്ടും ലിഫ്റ്റ് ചെയ്യുകയാണ്. അതാണ് കൃപയെന്ന് പറയുന്നത്. ഏതോ പുറംപോക്കി കിടന്നതാ, ഒരു കണ്ണിനും അലിവ് തോന്നാതെ എവിടെയോ തള്ളപ്പെട്ട് കിടന്നതാ. അവിടെ നിന്ന് നമ്മെ കൊണ്ടുവന്ന് കഴുകി വെടിപ്പാക്കി, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിപ്പിച്ച്, അല്ലേ, യോഗ്യയാക്കി നിയുക്ത മണവാട്ടി എന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. രക്ഷിച്ചെന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രൻ്റെ ബലിമരണത്താൽ നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. അങ്ങനെ രക്ഷിച്ചു കൊണ്ടുവന്ന് നമ്മെ രക്ഷിക്കുവാൻ ആരെയാണോ അയച്ചത്, ആ പുത്രനെ കൊണ്ട് വിവാഹ നിശ്ചയത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. രക്ഷിച്ചവൻ തന്നെ നമ്മെ ആ നിശ്ചയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അനധിവിദൂര ഭാവിയിൽ നമ്മെ രക്ഷിച്ചവൻ നമ്മുടെ കൈ പിടിച്ച് തൻ്റെ മണവാട്ടി എന്ന നിലയിൽ തന്നോട് ചേർത്തിരുത്തും നമ്മെ. കൃപയാണ്. ഈ രക്ഷിച്ചതും കൃപയാണ്, ഉദ്ധരിച്ച് സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആ കൃപ തന്നെയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഇതെല്ലാം ഓർത്തോണം. ഒറ്റ വാക്കല്ലല്ലോ. അതെ, ഈ ഒരൊറ്റ സെൻറ്റൻസിൽ പറയുന്ന 3 വാക്കുകൾ ചെറിയ വാക്കുകളല്ല. വാക്കുകൾക്ക് അകത്ത് അന്തർലീനമായിരിക്കുന്ന ആഴമേറിയ അർത്ഥം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അല്ലേ, അത് വർണ്ണിച്ചാൽ തീരുമോ? തൻ്റെ പുത്രനെ നൽകിയതും ക്രൂശിലെ കാഴ്ചകളും, പിന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾ, നമ്മെ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വഴി പറഞ്ഞു തന്ന് നടത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ആ ദൈവപ്രവൃത്തികളെല്ലാം ഓർക്കുമ്പോൾ ഒറ്റ വാക്കിൽ ശുശ്രൂഷകൻ പറഞ്ഞയക്കുക: പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും. അല്ലേ, ഇതെല്ലാം പറയുമ്പോൾ അവിടെ എല്ലാം ക്രൂശല്ലേ വെളിപ്പെട്ട് നിൽക്കുന്നത്? അല്ലേ, പിതാവ് എങ്ങോട്ടാണ് ആകർഷിച്ചത്? ക്രൂശിലേക്ക്. ക്രൂശിൽ ആരെയാണ് കണ്ടത്? നമ്മുടെ വീണ്ടെടുപ്പുകാരനെ. നമ്മളെ ആകർഷിച്ച് പാപബോധം തന്നതാരാ? പരിശുദ്ധാത്മാവല്ലേ. അപ്പം ഇതെല്ലാം കൂടെ ആ ആശീർവാദ വാക്കിൽ ഒതുങ്ങും. ഇതെല്ലാം ഒതുങ്ങും അതിനകത്തുണ്ടതെല്ലാം. അത് ഭക്തന്മാർക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാത്ത ആൾക്കാർ ഇത് അവസാനം പറയേണ്ട എന്തോ ഒരു ചടങ്ങാന്ന ആളുകളുടെ വിചാരം. അങ്ങനെയൊന്നും അല്ല. കൊരിന്ത്യരെ ഇനി എന്ന് നമ്മൾ കാണുമെന്നറിയില്ല, പക്ഷെ മറക്കരുത്, ആ സ്നേഹം മറക്കരുത്. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. ആ കൃപയെ അഗണ്യമാക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
ഇതെല്ലാം പറയാതെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഈ ജനം മടങ്ങിപ്പോവുകയാണ്. നിരന്തരം അവരുടെ നടുവിൽ കേട്ടത് എന്താ? കൊരിന്ത് ലേഖനം വെച്ചിട്ടല്ലേ ഞാൻ ഇത്രയും പറഞ്ഞത്. 1 കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിലല്ലേ പൗലോസ് പറയുന്നത്, ഞങ്ങളോ എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതേ കൊരിന്ത് ലേഖനത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന അനേകർ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഫിലിപ്പി ലേഖനത്തിൽ പോയി വായിക്കണമെന്നില്ല, കൊരിന്ത് ലേഖനത്തിൽ നിന്ന് തന്നെ വായിക്കാം. അനേകർ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഞങ്ങൾ നിർമ്മലതയോടെ ദൈവവചനം പ്രസംഗിക്കുന്നു. ഒരു ചെറിയ കൂട്ടം, പൗലോസും തിമത്തിയോസും ശിലനോസും തിമത്തിയോസും തീത്തോസും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ഞങ്ങൾ നിർമ്മലതയോടെ, ജഡജ്ഞാനത്തിലല്ല, ലഭിക്കപ്പെട്ട വെളിപ്പാടിൽ ദൈവവചനം പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുന്നു. ക്രൂശ് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ക്രൂശ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂശ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരുവൻ ക്രൂശിനെ ധ്യാനിക്കാതെ അവൻ എന്ത് ആരാധന ആരാധിക്കാനാ? നാം ഇന്നലെ ആരായിരുന്നെന്ന് തിരിച്ചറിയണം. ഇന്ന് ആരാണ് എന്നുള്ളതും നമ്മൾ ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളതും തിരിച്ചറിയുമ്പോൾ എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിലല്ല ആരാധിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാവര ജംഗമോ വസ്തുക്കൾ കിട്ടിയതിൻ്റെ പേരിലൊന്നും അല്ല ഭക്തന്മാർ ആരാധിക്കുന്നത്. അതല്ല പുതിയ നിയമത്തിൻ്റെ ആരാധന. ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് ദിവസം 4-5 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ചില സൂചനകൾ അവിടെയുണ്ട്. അവിടെ 24 മൂപ്പന്മാരും 4 ജീവികളും ആരാധിക്കുന്നൊരു കാഴ്ചയുണ്ട് അല്ലേ? എന്തെങ്കിലും കാര്യം കിട്ടിയതിൻ്റെ പേരിലാണോ? ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. സർവശക്തൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധ നാമത്തെ ഉയർത്തി വാഴ്ത്തിപ്പാടുകയാണ്. അതാണ് പുതിയ നിയമ ആരാധന. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സത്യാരാധന എന്ന് പറയുന്ന കാര്യം, ഈ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ യാഗപീഠവും ധൂപപീഠവും ചേർത്ത് നിർത്തി പഠിപ്പിക്കും. ഇത് രണ്ടും കൂടെ അടുത്ത് വെച്ചിട്ട് പഠിപ്പിക്കും. യാഗപീഠത്തിലെ തീക്കനലല്ലാതെ ധൂപപീഠത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഈ യാഗപീഠത്തിൽ എന്താ കാണുന്നത്? കഷ്ട സഹിച്ച മശിഹായെയാണ് കാണുന്നത്. മശിഹായെ. അതാണ് പത്രോസ് പറയുന്നത്, യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും അല്ലേ? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവർ ക്രിസ്തു കഷ്ടം അനുഭവിച്ച കാര്യങ്ങൾ പറയും. അവൻ്റെ അപ്പോസ്തലന്മാർ കഷ്ടം അനുഭവിച്ച കാര്യം പറയും. പൂർവന്മാർ കഷ്ടം അനുഭവിച്ച കാര്യം പറയും. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ചില പാസ്റ്റർമാരെന്ന് പറയുന്ന ആളുകൾ വന്ന് ആ മെസ്സേജിൽ കമൻ്റ് എഴുതിയിട്ടുണ്ട്. മൊത്തം ആക്ഷേപങ്ങളാണല്ലോ പറയുന്നതെന്ന്. മൊത്തം ആക്ഷേപങ്ങളാണ് പറയുന്നത്. പിന്നെ വേറെ കുറേ സങ്കടങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ പാസ്റ്റർമാരെന്ന് വിളിക്കുമെന്ന് തമ്പുരാനറിയാം. ആക്ഷേപമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹറോന് പറ്റിയ പാകപ്പിഴയാണ് തൻ്റെ മക്കള് ലാഘവത്തിലേക്ക് പോയതും ആ തലമുറകൾ നഷ്ടപ്പെട്ടതും അല്ലേ? ദൈവസന്നിധിയിൽ ആ ഭയവും വിറയലും പോയപ്പോഴാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. ഇന്നലകളിൽ മോശയോട് ചേർന്ന് നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത മനുഷ്യനാ. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏതാ? കാളക്കുട്ടിയാ. അതേസമയം മോശ പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റ്, അതായത് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള അളവ് ഏറ്റുവാങ്ങുക. മോശ പർവ്വതത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ അളവ് ഏറ്റുവാങ്ങുക. മോശ അളവ് ഏറ്റുവാങ്ങുന്നത് 2 പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ്. അതെന്താ? സമാഗമന കൂടാരത്തിൻ്റെ ആ അളവും ക്രമവും വെച്ചിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് പഠിക്കുന്നത്. അത് വെച്ചിട്ടാണ് പുതിയ നിയമ സഭയെക്കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു മെസ്സേജ് ഞാൻ ഒരു വാക്ക് പറഞ്ഞത്, ദൈവസഭയെക്കുറിച്ചുള്ള അളവും അതിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം ഹോരേബി വെളിപ്പെട്ട് കിട്ടിയെന്ന്. സകല കാര്യങ്ങളും അവിടെ വെളിപ്പെട്ട് കിട്ടിയെന്ന്. മോശ അതെല്ലാം കൈയേറ്റു വാങ്ങി. നമ്മളിന്നത് ആത്മാവിലാണ് വിവേചിച്ചെടുക്കുകയാണ്. പർവ്വതത്തിലെ മാതൃക പ്രകാരം ആ കൂടാരം പണിതു. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു എന്ന കൂടാരം. യേശുക്രിസ്തുവിനെ ഒരു കൂടാരത്തോട് ചിത്രീകരിക്കുന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് പാർത്തുന്ന യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കാണുന്നത്. എബ്രായ ലേഖനം 9:11 വരുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിനൊരു ശരീരമൊരുക്കിയെന്ന് കാണുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ശരീരത്തെ ഒരു കൂടാരത്തോട് ചിത്രീകരിക്കുന്നു. ഒരു കൂടാരത്തോട്. അപ്പോൾ ആ കൂടാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു പഠനത്തിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയൊക്കെയാണോ അങ്ങനെ തന്നെയായിരുന്നു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ലൈഫ്.
ക്രിസ്തുവിൻ്റെ ലൈഫാണ് ഈ കൂടാരം കാണിക്കുന്നത്. പിന്നെയോ ദൈവസഭയാണ് കാണിക്കുന്നത്. ദൈവസഭ എങ്ങനെയായിരിക്കുമെന്നുള്ളത്, മാളിക മുറി മുതൽ കാഹളം വരെ ദൈവസഭ എങ്ങനെയായിരിക്കും, അതാണ് സമാഗമന കൂടാരം കാണിക്കുന്നത്. അതാണ് മോശയിലൂടെ കയ്യേറ്റ് വാങ്ങിയത്. അതിന് ചില സൂചനകളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലായി കാണുമെന്ന് അറിയില്ല. ഈ കൂടാരത്തിന് ചുറ്റും 60 തൂണുകളുണ്ട്. ആ 60 തൂണുകളുടെ അടിയിലിരിക്കുന്ന താമ്രച്ചൂടുകളാണ്, താമ്രച്ചൂടുകൾ. അതിനകത്തേക്ക് വന്ന 48 പലകയുണ്ട്. ആ പലകയുടെ അടിയിലിരിക്കുന്ന വെള്ളിച്ചൂടുകളാണ്. അപ്പോൾ ഈ 60 തൂണുകളുടെ അടിയിലിരിക്കുന്ന ആ താമ്രച്ചൂടുകൾക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു സാധനം അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിലെ അന്യരും പരദേശികളും അവർ യാത്രക്കാരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം അങ്ങനെ വെച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ എവിടെയോ നിൽക്കുന്ന ഖദിരമരത്തെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് പിന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ ഇങ്ങനെ തൂണായിട്ട് നിർത്തുമ്പോൾ പിന്നീട് ആ തൂണും മണ്ണിൽ മുട്ടുന്നില്ല. ഈ ഭൂമിയായിട്ടൊരു ബന്ധമില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം പഠിപ്പിക്കണ്ടേ? നമ്മുടെ പൗരത്വം ഇവിടെയല്ലെന്ന്, നമ്മൾ ഇവിടത്തുകാരല്ലെന്ന് പഠിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനടിയിൽ അത് വെച്ചിരിക്കുന്നത്. പത്രോസ് എഴുതിയിരിക്കുകയാണ് നമ്മൾ അന്യരും പരദേശികളുമാണ്, നമ്മൾ യാത്രക്കാരാണെന്ന്. അതല്ലേ അത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദീകരണമുണ്ട്. ക്രിസ്തുവിൻ്റെ ലൈഫ്, ക്രിസ്തു എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ എന്നുള്ളത്, അതെല്ലാം വിശദീകരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് ഇതെല്ലാം ഒത്തുപോകണം. ഇത് ഒത്തുപോകണം. അതായത് സമാഗമന കൂടാരമായിട്ട് ക്രിസ്തുവിൻ്റെ ലൈഫ് ഒത്തുപോകണം, ക്രിസ്തുവിൻ്റെ ലൈഫുമായിട്ട് ദൈവസഭ ഒത്തുപോകണം. ഇത് മൂന്നും കൂടെ ചേർത്ത് നിർത്തും. ചേർത്ത് നിർത്തുമ്പോൾ ഒക്കുന്നില്ലെങ്കിലുണ്ടല്ലോ കാഹളം ധ്വനിക്കും. സെൻട്രലും ഡിസ്ട്രിക്റ്റും ഒക്കെ ഇവിടെ തന്നെ നിൽക്കും. അത്ര തന്നെ. ഈ 3 കാര്യം ഒരേ നിലയിൽ നിൽക്കണം. കൂടാരത്തിൻ്റെ അളവും പണിയും, ക്രിസ്തുവിൻ്റെ ലൈഫ്, ദൈവസഭ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതെല്ലാം അങ്ങനെ തന്നെയായിരിക്കണം. വള്ളി പുള്ളി മാറാൻ പാടില്ല. കൃത്യമായിരിക്കണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ കാര്യങ്ങളെ പഠിച്ചു വരണം. പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കാലങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലായി നിൽക്കുകയാണ് ഈ താമ്രയാഗപീഠം. ആ താമ്രയാഗപീഠമാണ് ആഹാസ് എടുത്തു മാറ്റിയത് അല്ലേ? സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന താമ്രയാഗപീഠം, പിന്നത്തേതിൽ യെരൂശലേം ദേവാലയത്തിന് മുൻപിലിരിക്കുന്ന താമ്രയാഗപീഠം, അത് കഴിഞ്ഞ് അതിൻ്റെ പൊരുളായ യാഗപീഠമാണ് കാൽവറിയിൽ നാട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും നിഴലാണ്. അതിൻ്റെ പൊരുളാണ് കാൽവറിയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ആ യാഗപീഠത്തിൻ്റെ നിഴലുകളാണിത്. ഇപ്പോൾ ഇത് ആഹാസ് അതെടുത്ത് മാറ്റിയിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എടുത്തു മാറ്റിയിട്ട് അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് മലയാളക്കരയിലെ പെന്തിക്കോസ് ചർച്ചുകളിലൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയിൽ നിർത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ്. ഭൗതികമായി നമ്മളെ അനുഗ്രഹിക്കും, ഉയർത്തും, മാനിക്കും. അത് തികച്ചും സാത്താന്യമായ പ്രസംഗങ്ങളാണ്. അത് ദമ്മേശേക്കിലെ അളവിലുള്ള യാഗപീഠത്തിലെ മെസ്സേജുകളാണ് വരുന്നത്. അത് ദമ്മേശേക്കിലെ അളവാണ്. അത് പർവ്വതത്തിലെ മാതൃകയല്ല. അത് ഒരിക്കലും പർവ്വതത്തിലെ മാതൃകയല്ല. അതൊന്നും ക്രൂശിൻ്റെ വഴികളല്ല, ക്രൂശിൻ്റെ മൊഴികളുമല്ല. അത് ഉയരത്തിലെ ആലോചനയല്ല. അത് ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രസംഗങ്ങളല്ല. അതെല്ലാം നമ്മെ പാതാളത്തിലെത്തിക്കുന്ന പ്രസംഗങ്ങളാണ്. അങ്ങനത്തെ പ്രസംഗകരാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസിലെ 100% പേരും. ഒരൊറ്റ കുഞ്ഞില്ല. എല്ലാം സാത്താൻ്റെ കപ്പം മേടിച്ചിട്ട് പ്രസംഗിക്കുന്നവരാണ്. അവരുടെ ഉണർവുകളും അവരുടെ ഇടപാടുകളെല്ലാം അന്യാഗ്നികളാണ് കത്തിക്കുന്നത്. ദമ്മേശേക്കിലെ അഗ്നികളാണ്. അതൊന്നും ഉയരത്തിൽ നിന്ന് കത്തിയ അഗ്നികളല്ല. ഉയരത്തിൽ നിന്ന് കത്തിയ അഗ്നിയാണെങ്കിലുണ്ടല്ലോ, അവൻ ദൈവസന്നിധി വന്ന് മുഴങ്കാൽ മടക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചുടുകണ്ണുനീർ വരും. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്. അയ്യോ, കാഹളത്തിന് വേണ്ടി അവനെ സജ്ജമാക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മെ കോമാളി വേഷം കെട്ടിക്കുന്ന പരിശുദ്ധാത്മാവല്ല, കോമാളിത്തരങ്ങൾ കാണിക്കുന്ന പരിശുദ്ധാത്മാവല്ല. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട അനേക വീഡിയോകൾ ദൈവമേ സങ്കടം തോന്നുക. അക്രൈസ്തവർ, മറ്റ് ഇതര ക്രൈസ്തവർ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുക, ഇതാണോ പെന്തിക്കോസ്ത്? ഇതാണോ പെന്തിക്കോസ്ത് എന്ന്? ഇതല്ല പെന്തിക്കോസ്ത്. ഇതെങ്ങനെ പെന്തിക്കോസ്താകൂ? ഇത് ന്യൂ ജനറേഷൻ കിറുക്കന്മാരുടെ പെന്തിക്കോസ്താണ്. അവർ പറയുന്ന അവർ സങ്കല്പിച്ചാക്കിയിരിക്കുന്നവരുടെ പരിശുദ്ധാത്മാവാണ്. അതെങ്ങനെ പരിശുദ്ധാത്മാവാകും? അതെല്ലാം വ്യാജാത്മാക്കളാണ്. പുത്രന് മഹത്വം കൊടുക്കാത്ത ഒരിടത്ത് പരിശുദ്ധാത്മാവ് ചലിക്കില്ല. ക്രൂശ് വെളിപ്പെടാത്തൊരിടത്ത് പരിശുദ്ധാത്മാവ് ചലിക്കില്ല. ക്രൂശ് ഉയർത്തുന്നിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുള്ളൂ. അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ
അവർ നടന്നതായ വഴികൾ, അതിന് വിരുദ്ധമായ വഴികളും കാര്യങ്ങളും ഒന്നും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്ന് നമ്മൾ തുടക്കം മുതൽ ചിന്തിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ അഹറോൻ ലാഘവത്തോടെ നിന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇന്നലകളിൽ അത്ഭുതം ചെയ്ത മനുഷ്യനാണ്, പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കുന്ന കാളക്കുട്ടിയാണ്. ഇവിടെ ഇത് ആഹാസ് ദാവീദിന്റെ കൊച്ചുമകനാണ്, ശലോമോന്റെ കൊച്ചുമകനാണ്, ആലയം പണിതവന്റെ കൊച്ചുമകനാണ് ആഹാസ്. അവന്റെ വല്യപ്പനായ ശലോമോൻ പണിത തമ്രയാഗപീഠം എടുത്തു മാറ്റിയിട്ട് അന്യദൈവാരാധനയ്ക്ക് വേണ്ടി അവൻ ദമ്മേശേക്കിലെ ബലിപീഠം കൊണ്ടുപോയി വെക്കുകയാണ്. അത് ഉയരത്തിലെ അളവല്ല, പർവ്വതത്തിലെ മാതൃകയല്ല. അതിലേക്ക് വരുന്നത് ദൈവകോപാഗ്നിയായിരിക്കും. കാലങ്ങൾക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞ തൻ്റെ മകനായ യിഹിസ്കിയാവ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. അയ്യോ യഹോവേ, ഞങ്ങൾ നിന്നോട് വികടമായി പ്രവർത്തിച്ചു, ഞങ്ങൾ അലക്ഷ്യമായി നടന്നു, ഞങ്ങൾ നിന്നെ കോപിപ്പിച്ചു. സറണ്ടർ ചെയ്യുകയാണ്, ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനം കൊടുക്കുകയാണ്. യെസ്, നിശ്ചയമായും യിഹിസ്കിയാവ് ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനമാണ് കൊടുക്കുന്നത്. അല്ലാതെ അവിടെ കൂടിയ ലേവിയരോട് പറയാണ് എല്ലാവർക്കും ബെൻസ് കാർ വരുന്നു, നിന്റെ ശുശ്രൂഷകൾ തീപിടിപ്പിക്കാൻ പോകുന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനമാണ് കൊടുത്തത്. യിഹിസ്കിയാവ് ലേവ്യർക്ക് ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനമാണ് കൊടുത്തത്. ഇന്ന് ശുദ്ധീകരണത്തിന്റെ മെസ്സേജ് എവിടെയാണ് കേൾക്കുന്നത്? താമ്രത്തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളമില്ല. താമ്രത്തൊട്ടി ഉണ്ടോ? താമ്രത്തൊട്ടി എന്താ കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ അവന്റെ മുഖം നോക്കണം അതിനകത്തേക്ക്, അല്ലേ? വചനമെന്ന കണ്ണാടി പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. യാക്കോബ് 1-22 വാക്യങ്ങൾ. ആ കണ്ണാടിയിൽ നോക്കിയിട്ട് വേണം യാഗം അർപ്പിക്കാൻ പോകാൻ. യാഗം അർപ്പിക്കാൻ ഞാൻ യോഗ്യനാണോ? എവിടെയെങ്കിലും ഉണർവാന്നും പറഞ്ഞ് തുള്ളിയാ പോരാ. വളരെ സിസ്റ്റമാറ്റിക്കാണ് ഇവിടെ കാര്യങ്ങൾ. കണ്ണാടിയിലേക്ക് നോക്കണം, നോക്കിയിട്ട് ഞാൻ യോഗ്യനാണോ? ഇത്ര പരിശുദ്ധനായവന്റെ സന്നിധിയിൽ നിൽക്കാൻ ഞാൻ യോഗ്യനാണോ? എന്തെങ്കിലും അയോഗ്യത കണ്ടു കഴിഞ്ഞാൽ തൽക്ഷണം രക്തത്തിൽ ആശ്രയിക്കുക. നമുക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന പുണ്യാഹ രക്തം, യേശു ക്രിസ്തുവിന്റെ തങ്കച്ചോര നമ്മെ കഴുകാൻ തയ്യാറാണ്. കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. അങ്ങനെ ദൈവസന്നിധിയിൽ ആനന്ദിക്കുക, ആത്മാവിൽ നിറഞ്ഞാരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പുതിയ നിയമ ക്രിസ്തീയ ജീവിതം അങ്ങനെ സമ്പൂർണ്ണമാക്കുക. എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറാകുക. കാഹളത്തിന് കാതോർക്കുക. കാഹളം ധരിച്ചാലും കൊള്ളാം, മരണം വന്ന് വിളിച്ചാലും കൊള്ളാം. നാം പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ചലിക്കുന്നതെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടിയ കാര്യം വരില്ല, ചഞ്ചലപ്പെടേണ്ട കാര്യം വരില്ല. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ ഇന്ന് നമുക്ക് പിരിയാം. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണവും ബലവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.